ഒസന എന്ന വാക്ക് നമുക്കെല്ലാവർക്കും ഭയങ്കര സുപരിചിതമാണ്. പക്ഷെ അതൊരു മലയാളം വാക്കല്ല, അതൊരു എബ്രായ വാക്കാണ്. ഓസാന എന്ന് പറഞ്ഞാൽ സേവ് അസ് നൗ ലോർഡ്, ദൈവമേ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദൈവമേ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ, സേവ് അസ് നൗ ലോർഡ്. കാരണം ഇസ്രായേൽ ജനങ്ങളോടുള്ള ബന്ധത്തിൽ, യെരൂശലേം നിവാസികളോടുള്ള ബന്ധത്തിൽ അവർ രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയാണ്. 118 സങ്കീർത്തനം 25 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന, യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. അപ്പോൾ ഈ ഒരു സമൂഹം മുഴുവൻ റോമൻ ഗവൺമെന്റിന്റെ ഭരണങ്ങൾ നിമിത്തവും പ്രതിസന്ധികൾ നിമിത്തവും വ്യക്തിപരമായ ഒത്തിരി പ്രശ്നങ്ങൾ നിമിത്തവും അവരുടെ രാഷ്ട്രത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയും അവരുടെ വ്യക്തിപരമായ രക്ഷയ്ക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും ഒക്കെ വളരെ അധികം വെയിറ്റ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ജനതയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലയിൽ, കപർന്നഹൂമിൽ, നയീനിൽ ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഒന്നിച്ച് കൂടി വന്നിരുന്നു. ശരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള യാതൊരു മാധ്യമങ്ങളുടെയും പിന്തുണകളില്ലാതെ ഒറ്റ സെഷനിൽ, ഒറ്റ മീറ്റിംഗിൽ, ഒറ്റ പ്രോഗ്രാമിൽ, അല്ലെങ്കിൽ ഒറ്റ സുവിശേഷ പ്രഘോഷണത്തിൽ, ദൈവരാജ്യ പ്രസംഗത്തിൽ 4000 പേര്, 5000 പേര്, 10,000 പങ്കെടുത്ത ശുശ്രൂഷയായിരുന്നു കർത്താവിൻ്റെ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്നും ലോക ജനസംഖ്യയിൽ 100ൽ താഴെയാണ്, അല്ലെങ്കിൽ 70ഓ 80ാമത്തെയോ എങ്ങാണ്ട് സ്ഥാനമാണ് ലോക ജനസംഖ്യയിൽ. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ അത്രയും പോലും ഇല്ല, കേരളത്തിൻ്റെ അത്രയും പോലും ഇല്ല ഇസ്രായേൽ എന്ന രാജ്യം. അന്നത്തെ കാലത്ത് യേശു കർത്താവ് അവിടെ ഇറങ്ങി വരുമ്പോൾ ഈ 5000 പേരും 4000 പേരും ഒക്കെ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ജനത്തിന് അത്രയധികം പ്രതീക്ഷ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. ഇന്നും 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യേ ഞാൻ ഉണ്ട് എന്ന് യേശു പറഞ്ഞ വാഗ്ദത്ത പ്രകാരം നമ്മൾ ഒന്നിച്ച് ഈ ആരാധനാലയത്തിൽ കൂടി വന്നിരിക്കുമ്പോഴും വെറുതെ അല്ല, ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്കും പ്രസംഗിക്കുന്ന എനിക്കും വലിയൊരു പ്രതീക്ഷ ഉണ്ടെന്ന് പകൽ. ഞാൻ ഇന്നത്തെ മീറ്റിംഗിൽ, ഈ ശുശ്രൂഷയിൽ വളരെ ഗൗരവമായി പറയാൻ ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങളിലേക്ക് ഞാൻ വരികയാണ്. ഇങ്ങനെ കപർന്നഹൂമിലും, നയീനിലും, ബഥാനിയയിലും, ബത്ഫാഗയിലും വ്യത്യസ്ത സ്ഥലങ്ങളിലും കർത്താവ് ശുശ്രൂഷിച്ച ശേഷം യേശു അങ്ങനെ ജെറുസലേമിൽ വന്നതും അധിക സമയങ്ങൾ പ്രസംഗിച്ചതും ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചതുമൊന്നും നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അവിടെ ഒരു എൻട്രി ഉണ്ടാകുകയാണ്, ഒരു പ്രൊഫറ്റിക് ഫുൾഫിൽമെന്റ്, പ്രവചനങ്ങളുടെ നിവർത്തീകരണം എന്നതുപോലെ. സക്കറിയാവിന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രവാചകനായ സക്കറിയാവ് പ്രവചിച്ച പ്രവചനത്തിന്റെ നിവർത്തീകരണം. സക്കറിയ 9:9 ആ പ്രവചനം ഇങ്ങനെയാണ്: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത്, പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്ത് കയറി വരുന്നു. ഈ പ്രവചനം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതായ ഈ പ്രവചനം യേശു കർത്താവിന്റെ ജെറുസലേം പ്രവേശനത്തിലൂടെ നിവർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത്രയും ക്രൗഡ്, ശ്രദ്ധിക്കണം, എന്നെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ നിൽക്കുകയാണ്, പ്രധാന സ്ഥലത്ത് വരുമ്പോൾ വിട്ടുപോകരുത്. ഇത്രയും ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ യേശു കർത്താവിന് ഹോശന്ന പാടിയത് എന്തുകൊണ്ടാണ്? എന്ത് കാരണം കൊണ്ടാണ് ഇവർ ഓശന്ന പാടുമ്പോൾ? ആ ഓശന്ന എന്ന വാക്കിന്റെ അർത്ഥം മറന്നു പോകരുത്. ദൈവമേ ഇപ്പോൾ തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ, സേവസ്, ഞങ്ങളെ രക്ഷിക്കൂ എന്നാണ് ഓശന്ന എന്ന വാക്കിന്റെ അർത്ഥം. ഇത്രയും ആളുകൾ കയ്യില് കുരുത്തോലകൾ ഏന്തി എന്ത് കാരണം കൊണ്ടായിരിക്കും ഇവർ ആ കുരുത്തോലകൾ കയ്യിൽ പിടിച്ച് ഓസന്ന, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞത്? അതിന് ഞാനൊരു വാക്യം നിങ്ങളെ വായിപ്പിക്കുകയാണ്. ലേവ്യ പുസ്തകം,
എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ലേവ്യ പുസ്തകത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ലേവ്യ പുസ്തകത്തിൽ കൂടാര പെരുന്നാളിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഓക്കെ, ഞാനൊന്ന് എടുക്കുകയാണ്, ഞാൻ ആ ഭാഗം ഒന്ന് എടുക്കുകയാണ്. Thank you, Holy Spirit. Okay. പക്ഷേ ഈ മെസ്സേജിന്റെ ഇടയിൽ അത് ഇന്നലെ രാത്രിയിൽ അത് ജസ്റ്റ് ഒന്ന് ലേവ്യ 23:40 ഭാഷ 23:40 ലേവ്യ 23:40 ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയൊരു ഭാഗമാണ്. ഞാൻ വെറുതെ വായിച്ചല്ല, എന്ത് ഇത്ര ആളുകളുടെ കയ്യിൽ ഈ എന്നെ ശ്രദ്ധിച്ചേ ഞാൻ ഇത് പറയട്ടെ, എന്തിനാ ഇത് തപ്പിയെടുത്തേന്ന് ഞാൻ പറയാം. ഇത്ര ആളുകളുടെ കയ്യിൽ ഇവർ നേരത്തെ ഓലയും പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഹലോ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നോ മക്കളെ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ വായിച്ച ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറഞ്ഞുതരാം. എന്നെ നോക്ക്. ഇത്രയും ആളുകൾ യേശു ഇപ്പൊ വരും, നമുക്ക് എല്ലാവർക്കും കൂടെ ഓല വീശണം എന്നും പറഞ്ഞ് എല്ലാവരും വീട്ടിൽ നിന്നേ വന്നപ്പോൾ ഓലയായിട്ട് വന്നാണോ? അല്ല. അപ്പൊ ഇത്രയും ആളുകളുടെ കയ്യിൽ എങ്ങനെ കുരുത്തോല വന്നു? യേശു വന്നപ്പോ എങ്ങനെ ആകാശത്ത് നിന്ന് പൊഴിഞ്ഞു വീണാണോ? ഓരോരുത്തരും ഓരോ ഓല പിടിച്ചാണോ? ഹലോ, അതിന്റെ കാരണം യഹൂദന്മാരുടെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ്. ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? യഹൂദന്മാരുടെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ് കൂടാരപ്പെരുന്നാൾ. ഈ കൂടാരപ്പെരുന്നാളില് ഇവര് ഈ പാം ലീഫ് വെച്ചിട്ട്, ഈ ഓല വെച്ചിട്ട്, പനയോല വെച്ചിട്ട് ഇവര്, നമ്മള് പണ്ട് ഈ ഓല മെടയത്തില്ലേ, അങ്ങനെയാണോ പറയുന്നേ? ഇല്ലയോ? യു ഡോണ്ട് നോ? ഓല മെടയാന്നല്ലേ പറയുന്നേ? ഓക്കെ, ഓല മെടഞ്ഞിട്ട് എന്തുണ്ടാക്കും? ഇപ്പോഴും മാരാമൺ കൺവെൻഷൻ നടക്കുമ്പം, പമ്പാ തീരത്ത് മാരാമൺ കൺവെൻഷൻ നടക്കും, ഇപ്പോഴും ഓല മേഞ്ഞ പന്തല അവരിടുന്നത്. നല്ല രസം കാണാൻ, നല്ല സുഖം അതിനകത്തിരിക്കാൻ. ഹല്ലേലൂയ. അപ്പൊ അന്ന് ഈ ഓലകൾ വെച്ചിട്ടാണ് ഇവര് ഇതുണ്ടാക്കുന്നത്. അപ്പം നിന്റെ സന്നിധിയിൽ സന്തോഷിക്കണം. അടുത്ത വാക്യം വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ മോനെ. 40ാമത്തെ വാക്യാണ്. ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആച്ചലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കും. ഈ എൻ്റെയർ ദ ക്രൗഡ്, മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ യഹൂദന്മാര് മുഴുവൻ ജെറുസലേം ദേവാലയത്തിൽ വരുന്ന ഒരു പെരുന്നാളാണ് ഈ കൂടാര പെരുന്നാൾ. അപ്പൊ വരുന്ന ആളുകളുടെ കയ്യിലെല്ലാം എന്ത് കാണും? ഈത്തപ്പനയുടെ കുരുത്തോല കാണും. അവർ ഈ കുരുത്തോല കൊണ്ടുവന്നത് എന്തിനു കൊണ്ടുവന്നതാ? യേശു വരുമ്പോ വീശാൻ കൊണ്ടുവന്നാണോ? ഒന്ന് പറ. അല്ല, ഈ കുരുത്തോല എന്തിനു കൊണ്ടുവന്ന? അവര് കൂടാര പെരുന്നാളിന് വരുമ്പോ അവരുടെ കയ്യിൽ ഈ സാധനം കാണണമെന്ന് പ്രമാണമുണ്ട്, അതിന് കൊണ്ടുവരുന്ന. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത് എന്ന് വചനം ഉണ്ടായിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നേ? സ്വോത്ര കാഴ്ച കൊണ്ടുവരുന്നത്. ഇട്ടില്ലെങ്കിലും 41ാമത്തെ വാക്യം സന്മത്സരം തോറും 7 ദിവസം യഹോവയ്ക്ക് ഉത്സവം ആചരിക്കണം. ഇത് തലമുറയായി നിങ്ങൾ എന്നേക്കുമുള്ള ചട്ടം. ഇത് 7ാം മാസത്തിൽ അത് ആചരിക്കണം. 42ാം വാക്യത്തിൽ ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. നിങ്ങളുടെ സന്തതികൾ അറിയുവാൻ നിങ്ങൾ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. അപ്പൊ ആ സ്ഥലത്തെല്ലാം ഇവര് ടെന്റ് കെട്ടും. ഇപ്പോഴും നമ്മള് ഈ കൂടാര പെരുന്നാൾ യഹൂദന്മാരുടെ നടക്കുമ്പോൾ അത്രയും സംഭവം ഇല്ലെങ്കിൽ ഇവരുടെ എല്ലാം വീടിന്റെ ഫ്രണ്ടില് ഇവർ ചെറിയ ഒരു കുടില് പോലും ഇവർ കെട്ടും. യു അണ്ടർസ്റ്റാൻഡ് മീ? അന്ന് ഈ സ്ഥലങ്ങളിലെല്ലാം ഇവർ കൊച്ചു ടെന്റ് അടിച്ച് ഇവർ മുഴുവൻ യഹൂദന്മാർ മുഴുവൻ വന്ന് ജെറുസലേമിൽ തമ്പടിച്ച് കിടക്കുന്ന ഒരു സമയമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ സമയത്ത് ഇത്രയും മനുഷ്യൻ, ഈ സീസൺ ടൈം എന്ന് പറയുന്നത് പോലെ ജെറുസലേമിൽ ആ സീസൺ ടൈമിൽ, ആർ യു ലിസണിങ് മീ? ജനം മുഴുവനുള്ള സമയത്ത് ഓലകൾ കൊണ്ട്, കുരുത്തോലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയത്ത്
കൂടാര പെരുന്നാൾ നടക്കുന്ന സമയത്ത് യേശു കർത്താവ് കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് എൻട്രി ചെയ്യുകയാണ്. ഇന്ന് എൻട്രികളുടെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ രാഷ്ട്രീയമായി നോക്കിയാൽ ഇലക്ഷൻ ടൈമാണ്. ഈ ഇലക്ഷൻ ടൈമിൽ അതാത് സ്ഥാനാർത്ഥികൾ അവരവരുടെ നിയോജക മണ്ഡലത്തിൽ എൻട്രി ചെയ്യാണ്. അവർ എൻട്രി ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? വലിയ ബൈക്കുകൾ പുറകിൽ പോകുന്നു, വണ്ടി ഫ്രണ്ടിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നു, ഹോണുകൾ അടയ്ക്കുന്നു, കൊടികൾ വീശുന്നു, PR വർക്ക് നടത്തി ആളുകളെ കൊണ്ടുവരുന്നു, പൈസ കൊടുത്തു എത്തിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൊന്നു സഹോദരങ്ങൾ ഒരു പക്ഷേ എൻ്റെ ചിന്തയിൽ ഇത്രയാളെ കൂട്ടിയിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത് ആ എൻട്രി ഇവർ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ വണ്ടിക്കകത്ത് തുറന്ന ജീപ്പിനകത്ത് കൈയൊക്കെ വീശി അവർ പട്ടണങ്ങളിൽ എൻട്രി ചെയ്യുന്ന എൻട്രി മാസ് എൻട്രിയാണ്. അതിന്റെ പുറകിൽ അവർക്ക് ഒത്തിരി കഷ്ടപ്പാടുണ്ട്, പൈസ ചെലവുണ്ട്. പക്ഷെ യേശു കർത്താവിന്റെ എൻട്രി ഒരു മാസ് എൻട്രി അല്ലായിരുന്നു, ഒരു ഹംബിൾ എൻട്രി ആയിരുന്നു. ഒന്നുകൂടെ പറയാം, ഈ ജനം യേശു പട്ടണത്തിൽ വന്ന ഉടൻ തന്നെ യേശു കർത്താവ് കഴുതപ്പുറത്ത് വാഹനമേറി അവിടെ വന്ന ഉടൻ തന്നെ വിശുദ്ധ വേദപുസ്തകം നമ്മളെ അറിയിക്കുന്നൊരു കാര്യമുണ്ട്. ജനം മുഴുവൻ അവനെ തിരിച്ചറിയുകയാണ്. കൂടാര പെരുന്നാളിൽ വന്നവർ, കുരുത്തോലകളുമായി വന്നവർ, കൂടാര പെരുന്നാൾ ആഘോഷിക്കാൻ വന്നവർ മുഴുവൻ ജനവും ടെന്റ് വിട്ട് അവരുടെ കൂടാരങ്ങൾ വിട്ട് പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങി വന്ന് യേശു കർത്താവിനെ നോക്കി പറയുന്നു, സേവ് അസ് ലോർഡ്, ഹോസാന, സേവ് അസ് ലോർഡ്, ഹോസാന. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ആമേൻ. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന എന്റെ മെസ്സേജിന്റെ ഇൻട്രൊഡക്ഷനിൽ അതൊരു ഹംബിൾ പറഞ്ഞ അതൊരു താഴ്മയുള്ള എൻട്രി ആയിരുന്നു. പറഞ്ഞു, അതൊരു താഴ്മയുള്ള എൻട്രി ആയിരുന്നു. മാസ് എൻട്രി അല്ല, പൊളിറ്റിക്കൽ എൻട്രി അല്ല, ഹല്ലേലൂയ ബഹളം ഉണ്ടാക്കിയ എൻട്രി അല്ല, PR വർക്ക് നടത്തിയ എൻട്രി അല്ല. അതൊരു ഹംബിൾ എൻട്രി ആയിരുന്നു. പക്ഷേ എത്ര 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 കർത്താവ് ഹംബിൾ ആയോ അത്രയും അധികം പിതാവായ ദൈവം അവനെ ഉയർത്തി എന്നുള്ളതാണ്. ഇനി ഇത് കർത്താവ് എന്നോട് ഇടപെട്ട ഒരു ദൂതാണ്. ഈ ജനം മുഴുവൻ ഹോസാന, സേവ് അസ് ലോർഡ്, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് യേശു കർത്താവിനെ ഉയർത്തുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ ഇവരുടെ ആവശ്യം സ്പിരിച്വൽ ആയിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുകയാണ്. സേവ് അസ് ലോർഡ്, ഞങ്ങളെ രക്ഷിക്കൂ കർത്താവേ എന്ന് പറയുമ്പോൾ ഇവരുടെ ആവശ്യം ആത്മീയമായിരുന്നില്ല. കാരണം റോമാക്കാരുടെ ഭരണം കൊണ്ട് പൊറുതിമുട്ടി കഷ്ടപ്പെട്ട് വല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്ന പട്ടണത്തിൽ യേശു കർത്താവ് എത്തിയപ്പോൾ നിന്നെയും കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ പറയത്തില്ലേ, പുതിയ ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ വികസനം ഉണ്ടാകും, നന്മയുണ്ടാകും, എന്തെല്ലാം കാര്യങ്ങളുണ്ടാകും. ഇതുപോലെ അവര് ചിന്തിച്ചത് അവരുടെ ഭൗതികമായ പേഴ്സണലായ കാര്യമാണ്. മെജോറിറ്റി ഓഫ് ആളുകളും ആ കൂട്ടത്തിൽ മെജോറിറ്റി ഓഫ് ആളുകൾ ഓസന്ന പറഞ്ഞത് അവരാത്മീയരായതുകൊണ്ടല്ല, അവരാത്മീയരായതുകൊണ്ടാണ്, അവൻ യഥാർത്ഥ രക്ഷകനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളെ രക്ഷിക്കൂ ഓസന്ന എന്ന് പറഞ്ഞതെങ്കിൽ ഈ ഓസന്ന പാടിയ ടീമുകൾ പിന്നത്തേതിൽ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറയത്തില്ലായിരുന്നു. You are not with me. Amen. Yes. Hallelujah. Hallelujah. ഞാൻ അവിടെ കാണുന്നത് സ്ഥിരതയില്ലാത്ത വിശ്വാസമുള്ള കുറെ എണ്ണത്തിന്റെ ആരാധനയാണ്. സ്ഥിരതയില്ലാത്ത വിശ്വാസമുള്ള കുറെ എണ്ണത്തിന്റെ ആരാധനയാണ്. അവിടെ വന്ന കർത്താവിന്റെ എൻട്രിയും ബഹളവും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആ ഓളവും ആ സംഭവം എല്ലാം കണ്ടപ്പോൾ കുറെ പേര് ഓസന്ന എന്ന് പറഞ്ഞപ്പോ ബാക്കിയുള്ളവനും ഓസന്ന പറഞ്ഞു. ഫ്രണ്ട് ഇരുന്നവൻ അല്ലേലിയ പറഞ്ഞപ്പോ പുറകെ ഇരുന്നവനും അല്ലേലിയ പറഞ്ഞു. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ പറഞ്ഞ ടീമുകളെല്ലാം, ഓസന്ന പറഞ്ഞ ടീമുകളെല്ലാം സമയം വന്നപ്പോ, കർത്താവിനെ ക്രൂശിക്കുന്ന സമയം വന്നപ്പോൾ, അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അവൻ ഓസന്ന പറഞ്ഞവർ തന്നെ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഈ ഓസന്ന പാടിയവർ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല യേശുവിലൂടെ വെളിപ്പെട്ടത്. അവര് പ്രതീക്ഷിച്ചത് രാഷ്ട്രീയമായ ഭൗതികമായ വിടുതലായിരുന്നു. എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യകുലത്തിന്റെ പാപവിമോചനത്തിനും വിടുതലിനും വേണ്ടിയായിരുന്നു. പല മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അവരുടെ
ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഓസന്ന പറഞ്ഞ്, അവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ട് പ്രതീക്ഷിച്ച കാര്യം നടക്കാതിരിക്കുമ്പോൾ ഇന്നും പറയുന്നുണ്ട് അവൻ നല്ലവനല്ല, ഇതൊന്നും ശരിയല്ല, ഇതെല്ലാം തട്ടിപ്പാണ്, ഇതൊക്കെ വെറുതെയാണ്. അവരെ പോലെ തന്നെ ഈ സമൂഹവും മാറുന്ന ഒരു കാഴ്ചയുണ്ട്. എന്നാൽ സ്നേഹത്തോടെ പറയുന്നു, ഞങ്ങളെ രക്ഷിക്കുക ഹോസന്ന എന്ന് പറഞ്ഞവർ തിരിച്ചറിയണമായിരുന്നു അവൻ യഥാർത്ഥ രക്ഷകനാണ് എന്ന്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. രണ്ട് കരങ്ങൾ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഓ രാബ ശാന്തല വൈഡ പ്രഭ ധരഗജന ശിയാന രാംധര വൈഡ മർഥകര ശാന്തൽ പ്രഭ ധരഗജന ശിയാന. ഞാനിതിൽ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ 19-ാം അധ്യായത്തിൽ യേശു കർത്താവ് എന്നെ കേട്ടണം. ഇന്ന് നിങ്ങൾ ഇത് കൺവെൻഷൻ പ്രസംഗമൊന്നും അല്ല, ഇന്നത്തെ ദിവസം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഈ യേശു കർത്താവ് എൻട്രി ചെയ്ത ടൈമില്ലേ? ആഷി, ആർ യു റെഡി? ആരെങ്കിലും റെഡിയാണോ? ഡെലിവറൻസിന് വേണ്ടി റെഡിയാണോ? ഞാൻ കഴിഞ്ഞ സൺഡേയിൽ എറണാകുളം ചർച്ചിൽ മിനിസ്റ്റർ ചെയ്യുമ്പോൾ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാ. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, നെക്സ്റ്റ് ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ, ഷിജിനുണ്ടായിരുന്നോ മോനെ, അടുത്ത അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. എൻ്റെ ചിന്തയിൽ അങ്ങനെ ഒരു മീറ്റിംഗ് ആളുകൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ ഒന്ന് ഞാൻ വീണ്ടും, നിങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിക്കുന്ന ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിയാവുന്ന ആളാണ്. കാരണം നിങ്ങളെ ഇങ്ങനെ നിങ്ങളെ ആക്കിയത് ഞാനാണ്. സോറി കേട്ടോ. കർത്താവ് എൻട്രി ചെയ്ത ടൈം, പറഞ്ഞ ടൈം എല്ലാവരും മിണ്ടിയില്ല. ടൈം, കർത്താവ് എൻട്രി ചെയ്ത ടൈം, സമയം ഒരു കൃത്യസമയമായിരുന്നു. കാരണം ആ ഒരു ടൈമിൽ അവിടെ എൻട്രി ചെയ്താൽ മാത്രമേ ഈ പ്രൊഫസി, സക്രിയാവ് പറഞ്ഞ ഈ പ്രവചനം നിവൃത്തീകരിക്കപ്പെടത്തുള്ളൂ. ചില പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെടുവാൻ, ചില പ്രൊഫസികൾ ഫുൾഫിൽഡ് ആകാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു ടൈം ഉണ്ട്. അതിനെ കൈറോസ് എന്നാണ് പറയുന്നത്, ദൈവത്തിന്റെ സമയം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ സമയത്ത്, ആ കൃത്യമായ ടൈമിങ്ങിൽ, ആ കൃത്യസമയത്ത് ആ എൻട്രി ഉണ്ടായാൽ, ആ സ്റ്റെപ്പ് വെച്ചാൽ, ആ ചുവട് വെച്ചാൽ, നീ അവിടെ കാണാൻ പോകുന്നത് ചെറിയൊരു കാര്യം ആയിരിക്കത്തില്ല. ഒന്നുകൂടെ പറയാം. എന്റെ സമയത്ത്, എന്റെ ഇഷ്ടപ്രകാരം, എന്റെ സമയത്ത് ഞാൻ പ്രവേശിക്കുന്നതും ദൈവത്തിന്റെ കൃത്യമായ ടൈമിൽ, ആ കൈറോസ് ടൈമിൽ ദൈവിക വാഗ്ദത്തം നിവർത്തീകരണത്തിനായി ഞാൻ സ്റ്റെപ്പ് വെക്കുന്നതും രണ്ടും രണ്ടാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന അതിപ്രധാനപ്പെട്ട ഒരു കാര്യം, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാനുള്ള വാതിലുകൾ തുറക്കപ്പെടുകയാണ്. In the name of Jesus. എല്ലാവരും കൈ അടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വാഗ്ദത്തം ഉള്ളവർ കൃത്യമായ ടൈമിൽ, യേശുവിനെ ഏതെല്ലാം സമയത്ത് ജെറുസലേമിൽ പ്രവേശിക്കാമായിരുന്നു, യേശുവിന് ഏതെല്ലാം ടൈമിൽ ഈ കഴുതയെ അഴിച്ചുകൊണ്ട് കയറി പോകായിരുന്നു. പക്ഷേ കർത്താവ് കൃത്യമായ കൂടാര പെരുന്നാൾ നടക്കുന്ന മുഴുവൻ ജനവും പട്ടണത്തിൽ വന്ന് ടെന്റ് അടിച്ച് കിടക്കുന്ന ആ ഒരു ടൈമിങ്ങിൽ യേശു കർത്താവ്
കഴുതയെ അഴിക്കാൻ പറയുകയാണ്. യേശു കഴുതയെ അഴിക്കാൻ പറയുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ സമയത്ത് അഴിക്കേണ്ടതിനെ അഴിച്ച്, ദൈവത്തിന്റെ സമയത്തിൽ പൊളിക്കേണ്ടതിനെ പൊളിച്ച്, ദൈവത്തിന്റെ സമയത്ത് പൊട്ടിക്കേണ്ടതിനെ പൊട്ടിച്ച്, ദൈവത്തിന്റെ സമയത്തിൽ നിവർത്തീകരിക്കേണ്ടതിനെ നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ഇരുന്നേ. ഞാനിവിടെ കാണുന്നത് ദൈവത്തിന്റെ കൃത്യമായ സമയമാണ്. യേശു കർത്താവ്, മോനെ ആ വാക്യത്തിലേക്ക് ഒന്ന് വരണം. ലൂക്കോസ് സുവിശേഷം നമ്മളിപ്പോ എടുത്ത ആ ഭാഗത്തിലേക്ക് ഒന്ന് വരണം. അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ, 19-ന്റെ 30-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. ഓക്കെ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കിട്ടി. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ലണം. ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ ദൈവിക സമയമാകുമ്പോൾ വാഗ്ദത്തങ്ങൾ നടക്കാനുള്ള, നിങ്ങൾ ആ സെക്കരിയ 9:9 മറന്നുപോലെ കേട്ടോ. അതാണ് ഓശന്ന ദിവസത്തിന്റെ അടിസ്ഥാന കല്ല്. സെക്കരിയ 9:9 യെരൂശലേം പുത്രിയെ, നിന്റെ രാജാവ് വാഹനമേറി പെൺകഴുതയുടെ പുറത്ത് അവൻ ജെറുസലേമിലേക്ക് വരും. യെരൂശലേം പുത്രിയെ ആർപ്പിടുക, നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി അവൻ കഴുതപ്പുറത്ത്, പെൺകഴുത കുട്ടിയുടെ ആ കഴുതപ്പുറത്ത് കയറി, കുട്ടിയായ ചെറുകഴുതയുടെ പുറത്ത് കയറി വരുന്നു. ഇതാണ് അടിസ്ഥാനക്കൽ. ഈ വർഷങ്ങൾക്ക് മുമ്പ് സക്കരിയാവ് പ്രവചിച്ച പ്രവചനം നടപ്പിലാകേണ്ട ടൈം വന്നു. ഈ ചില ദൂതുകൾ ദൈവം നിങ്ങളോട് അറിയിച്ചത് നിങ്ങളുടെ മക്കളെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, സഭയെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ച്, നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ദേശത്തെ കുറിച്ച് ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ നടക്കാൻ ഉള്ള ടൈം ആകുമ്പോൾ ദൈവത്തിൽ നിന്ന് ചില ആഹ്വാനങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഇത് ആ ബിസിനസ് തുടങ്ങേണ്ട സമയമാണ്. ഇത് ആ വീട് കെട്ടേണ്ട സമയമാണ്. ഇത് നീ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങേണ്ട സമയമാണ്. ഇത് നീ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇത് നീ ഉപവസിക്കേണ്ട സമയമാണ്. ഇത് നീ വിശ്വസിക്കേണ്ട സമയമാണ്. ഇത് നീ ദൈവത്തിന് വേണ്ടി തിരിയേണ്ട സമയമാണ്. ആ ടൈം വരുമ്പോൾ അത് ഫീൽ ചെയ്യും. ഞാൻ വെറുതെ പറയാൽ, അത് ഫീൽ ചെയ്യും. നമുക്കത് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ടൈം ആയപ്പോൾ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ പുറപ്പെടണം. എതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ലണം. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുത. അതെന്തിനാ? കുറച്ച് പേരെ ട്രിപ്പ് അടിച്ച കഴുതയാണെങ്കിൽ അത് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കത്തില്ലേ? ആരും മിണ്ടുന്നില്ലല്ലോ. കർത്താവിന് എന്തിനാ ആരും കയറിയിട്ടില്ലാത്ത കഴുത? 2, ഒരു രാജാവ് പോകേണ്ടത് കുതിരപ്പുറത്തല്ലേ? വലിയ യുദ്ധം ജയിച്ച ദാവീദും വലിയ യുദ്ധം ജയിച്ച സകല ആളുകളും യെരൂശലേം പട്ടണത്തിൽ അവരുടെയൊക്കെ മാസ് എൻട്രി ആയിരുന്നു. ആ മാസ് എൻട്രി നിങ്ങൾക്ക് വേണേ പുറകെ ബീജി ഒക്കെ ഇടാം. ആ മാസ് എൻട്രി, ആർ യു ലിസണിങ് മീ? ആ മാസ് എൻട്രി കുതിരപ്പുറത്തായിരുന്നു. പിന്നെന്തിനാണ് കർത്താവ് ഇവിടെ കഴുതയെ തെരഞ്ഞെടുക്കുന്നത്? ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ മേളിൽ കിടക്കുന്ന ദൂതിനകത്ത് കഴുതയാണെങ്കിൽ കഴുത കുതിരയാകത്തില്ല, കുതിര കഴുതയാകത്തില്ല. നിന്റെ അകത്ത് കിടക്കുന്ന ദൂതിനകത്ത് കഴുതയായിരിക്കും,
നിനക്ക് വെച്ചിട്ടുള്ളത്. പക്ഷെ ആ കഴുതയ്ക്ക് കുതിരയേക്കാൾ ബഹുമതി ലഭിക്കും. ആ കഴുതയുടെ മുമ്പിൽ കുതിരയൊന്നും അല്ല. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ഇവിടെ നടക്കേണ്ടത് ബാഹ്യമായ എക്സ്റ്റേണൽ തിങ് അല്ല, വാഗ്ദത്തങ്ങൾ, prophetic fulfillments, prophetic fulfillments, prophetic fulfillments, prophetic fulfillments. വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. ഇരുന്നേ. I'm feeling the anointing. കഴുതയെ വിഴുപ്പ് ചുമക്കാനാണ് ഉപയോഗിക്കുന്നത്. കഴുതയെ അത്യാവശ്യം പെതുക്കെയൊക്കെ പോകേണ്ടടുത്തൊന്ന് യാത്ര ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷെ കഴുതയാണ്. ഒരു മാസ് എൻട്രിക്ക് ജയശാലിയായ രാജാവിനൊക്കെ കയറി വരാൻ. നിന്റെ ജയശാലിയായ രാജാവ് കഴുതപ്പുറത്ത് വരുന്നല്ലോ. ജയശാലിയായ രാജാവായിരുന്നു ദാവീദ്. ജയശാലിയായ ദാവീദായിരുന്നു ഇസ്രായേലിൽ രാജാവായിരുന്ന ദാവീദ്. ദാവീദ് ഒരിക്കലും കഴുതപ്പുറത്തല്ല എൻട്രി ചെയ്തത്. രാജാക്കന്മാർ കുതിരപ്പുറത്താണ് എൻട്രി ചെയ്യുന്നത്, പ്രവേശിക്കുന്നത്. പക്ഷെ കഴുതയെ തെരഞ്ഞെടുത്തു. കാരണം ദൂതിനകത്ത്, വാഗ്ദത്തത്തിനകത്ത് കിടക്കുന്നത് കഴുതയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കഴുതയ്ക്ക് ലഭിച്ചതുപോലത്തെ ബഹുമാനം, ഓണർ, എന്റെ ഭാഷ പറഞ്ഞ അവിടെ നിൽക്കുന്ന ഒരു കുതിരയ്ക്കും കിട്ടിയിട്ടില്ല. മക്കളെ, ഞാനും നീയുമൊക്കെ ഒരു കഴുതയായിരിക്കും. ഒന്നിനും കൊള്ളാത്ത കഴുത, എഴുതി തള്ളപ്പെട്ട കഴുത. ഇവിടെ കർത്താവ് ഒരു കാര്യം കാണിച്ചു തരിക. നിനക്ക് വിലയില്ലെങ്കിലും നിന്റെ അകത്ത് വന്നവന് വിലയുണ്ടെങ്കിൽ, നിനക്ക് വിലയില്ലെങ്കിലും നിന്നെ വിളിച്ചവൻ വിലപ്പെട്ടവനാണെങ്കിൽ, നിനക്ക് വില കൽപ്പിച്ചില്ലെങ്കിലും നിന്റെ മേളിൽ വന്ന അഭിഷേകത്തിന് വിലയുണ്ടെങ്കിൽ, നിനക്ക് മനുഷ്യൻ വില കൽപ്പിച്ചില്ലെങ്കിലും, get ready. കർത്താവ് എന്നോട് ഇന്ന് പറയാണ്, ചിലതിനെ എമർജൻസിയായി അനോയിന്റ് ചെയ്യാൻ പോവുകയാണ്. ദൈവിക പദ്ധതിക്ക് വേണ്ടി ചില എമർജൻസി അനോയിന്റിങ് ഇതിനകത്തുണ്ടാവുക. ദൈവിക പദ്ധതിക്ക് വേണ്ടി വിലപ്പെട്ടതൊന്ന് ഇന്ന് പകൽ നിന്റെ മേൽ വരികയാണ്. വിലയേറിയതൊന്ന് നിന്റെ അകത്ത് പ്രവേശിക്കുകയാണ്. വിലപ്പെട്ടതൊന്ന് ഇന്ന് പകൽ നിന്റെ മേൽ ഒഴുകുകയാണ്. Wait. Rakotaraba. Mayokorobo shambre tatakoro. ഇത് സഭയോടുള്ള, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വിശ്വസിക്കുന്നവരോടുള്ള വാഗ്ദത്തമാണ്. കർത്താവ് എന്നോട് ഇന്ന് ഇങ്ങനെ ഇരുന്നേ. കർത്താവിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ അറിയിക്കുന്നു. നിങ്ങൾ എത്ര അത് വിശ്വസിക്കുന്ന എനിക്ക് അറിയത്തില്ല. ന്യൂ ഇയറിന്റെ ദിവസം
പറഞ്ഞ വാക്കുകൾ ഒരെണ്ണം വള്ളി പുള്ളി വിടാൻ നടന്നുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ എത്ര കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയില് നിങ്ങൾ കേട്ടതാണ് ഗ്രൂപ്പിനകത്ത് ആ മെസ്സേജ്. ആ ഒരു ദേശത്ത് മുഴുവൻ കിണറ്റി വെള്ളം, എല്ലാം പൈപ്പ് ലൈനിലൂടെ വെള്ളം ഉപയോഗിക്കുന്ന എല്ലാ എണ്ണവും. എന്റെ ഫോട്ടോ നിങ്ങളുടെ കാണാം. പൈപ്പ് ലൈനിലൂടെ വെള്ളം വരുന്ന മുഴുവൻ ആളുകൾക്കും. അവിടെ ആരും കിണർ കുത്താറില്ല. എന്തോ ഭാഷയാണ് പറയുന്നത്? കുഴിക്കുന്നേ, കുഴൽ കിണർ അടിക്കാറില്ല. കാരണം അടിച്ചാലും വെള്ളം വരികയില്ല, അത്ര ഹൈറ്റിലാണ് ആ സ്ഥലം. ബെന്നി എന്ന് പറയുന്ന ഞങ്ങളുടെ മൂവാറ്റുപുഴ ചർച്ചിലെ സഹോദരൻ, നമ്മളവിടെ മൂവാറ്റുപുഴ ഒരു ബിൽഡിംഗ് എടുത്ത് അതിനകത്ത് നമ്മുടെ ചർച്ചിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞ്, പാസ്റ്റേ നമുക്ക് ഇതിന് പൈപ്പ് ലൈനിന് വേണ്ടി കൊടുക്കണം, ഇവിടെ വെള്ളം ഷോർട്ടേജ് ഉള്ള സ്ഥലമാണ്. ഇവിടെ ഒരു കുഴൽ കിണർ കുത്തിയാലും വെള്ളം കിട്ടത്തില്ല. കാരണം നാട്ടുകാർ ഇവിടെ ആർക്കും കിണറും വെള്ളം ഇല്ല. ഞാൻ ആ മുറ്റത്തോട് ഇറങ്ങുമ്പോൾ, ഞാനും എൻ്റെ സഹോദരനോട് ഇറങ്ങുമ്പം, ഞാൻ ആ മുറ്റത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഒരു വിഷൻ കാണിച്ചു. ആ വിഷൻ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ബ്രദറെ അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കുന്ന സ്ഥലം കോൺക്രീറ്റാ. ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് തിട്ട കെട്ടി തിരിച്ചിരിക്കുന്ന സ്ഥലമാ. പറഞ്ഞു, ബ്രദറെ ഇവിടെ വെള്ളം കിട്ടും, ഇവിടെ. അപ്പൊ ആ സഹോദരൻ എന്നോട് ചോദിച്ചു, ഇവിടെ വെള്ളം കിട്ടാനോ? നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, അവിടെ കഴിഞ്ഞ ദിവസം അവർ കുഴിച്ചു, കുഴൽ കിണറിന്റെ സംവിധാനത്തിൽ അവർ കുഴിച്ചു. വെള്ളം ചാടി പുറപ്പെട്ടു, പാറയിൽ നിന്ന് വെള്ളം ഒഴുകി എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ. ഇനി കേട്ടെ, ഇതല്ല രസം. ആണ്ടേ, അടുത്തടുത്ത പടം വിട്ടേ മോനെ, അടുത്തടുത്ത പടം വിട്ടെ, വെള്ളം ഒഴുകുന്ന അടുത്തടുത്ത. ഇതൊന്നും അല്ല ഞാൻ ഇട്ടുകൊടുത്ത, ഇതൊന്നും അല്ല. എൽഷദായി കോർ ഗ്രൂപ്പിൽ വന്ന ഇതൊന്നും അല്ല. സ്തോത്രം. വെള്ളം ചാടി പുറപ്പെട്ടു. ഉണ്ടെങ്കിൽ കൊടുക്കു ഭാഷ അവർക്ക്, ഇവര് കാണട്ടെ. ഇവരെ എന്തൊക്കെ കാണിച്ച് ദൈവം വിശ്വസിപ്പിച്ചതാ. പിന്നെ ഇസ്രായേൽ മക്കളുടെ കൂട്ടല്ലേ. സ്വോത്രം. കഠിന ഹൃദയം. ഓ മാറട്ടെ, കഠിന ഹൃദയം എല്ലാം അങ്ങ് മാറട്ടെ. വെള്ളം ഒഴുകുന്നുണ്ടോ? വെള്ളം ഒഴുകുക, വെള്ളം ചാടി പുറപ്പെട്ടു. അതിലൂടെ ഭയങ്കര ശുദ്ധമായ ജലം ഒഴുകാൻ തുടങ്ങി. ഇത് കാണാൻ കൊടുത്തവർക്ക്, ഇത് കാണാൻ നാട്ടുകാർ ഓടിക്കൂടി. ആ പരിസരത്തുള്ള മുഴുവൻ, എന്നെ ശ്രദ്ധിച്ചോ, ഇത് കേട്ടാ മതി. ഇതൊന്നും പറയാൻ വന്നതല്ല, പറഞ്ഞു പോകുന്നതാ. ഇതൊന്നും പറയാൻ വന്നതല്ല പാസ്റ്റർ, ഇതൊക്കെ പറഞ്ഞു പോകുന്നതാ. എത്ര പറഞ്ഞാലും, എത്ര കണ്ടാലും, എത്ര കേട്ടാലും പിശാച് ഓരോന്നിന്റെയൊക്കെ മനസ്സിനെ അങ്ങ് കലക്കി കളഞ്ഞിരിക്കും. വെള്ളം വന്നു, ആളുകളെല്ലാം കാണാൻ വന്നു. അത് എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ നാട്ടുകാർ മുഴുവൻ, ആ പരിസരവാസികൾ മുഴുവൻ, അതിൽ ക്രിസ്ത്യാനികളല്ല കൂടുതലും, അവിശ്വാസികളാണ്. അവിശ്വാസികൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പോലെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്നവരല്ല. ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്നവരെക്കാളും വിശ്വാസം അവർക്കാന്നുള്ളത് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ അതിനകത്തോട്ടും പോകുന്നില്ല. സ്തോത്രം. അവരെല്ലാം വന്ന് ബെന്നി ബ്രദറിനോട് പറയുക, സാറേ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വെള്ളം ഇവിടെ കിട്ടാറില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് ഇച്ചിരി വെള്ളം തരണേ. ആളുകൾ വന്ന് വെള്ളം ടേസ്റ്റ് ചെയ്യുക, പരിസരവാസികളെല്ലാം വന്ന് കുടിച്ചു നോക്കുക. ഞങ്ങൾക്ക് ഈ ദേശത്ത് ആണ്ടേ വെള്ളം ഉണ്ടോ? ആ പൈപ്പിൽ കൂടെ ചീറ്റി പുറപ്പെടുന്നുണ്ടോ? ഞങ്ങൾക്ക് ഈ ദേശത്ത് ഇങ്ങനെയുള്ള തെളിവെള്ളം കിട്ടാറില്ല. പൈപ്പ് വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, മുനിസിപ്പാലിറ്റിയുടെ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്കൂടെ ഇടയ്ക്ക് ബക്കറ്റിലും ഇതിനകത്തൊക്കെ വെള്ളം വന്നിട്ട് എല്ലാവരും എടുത്തോളാൻ പറഞ്ഞു. ദേശം മുഴുവനും ഒന്ന് എടുത്തോളാൻ പറഞ്ഞു. എല്ലാവരും ഒന്ന് എടുത്തോളാൻ പറഞ്ഞു. ഈ ചൂട് സമയത്ത്, ഈ ഉണക്ക് സമയത്ത്, പെരുമഴയുള്ള സമയത്ത്, അവിടുത്തെ ആറും നദിയും കവിഞ്ഞൊഴുകുന്ന സമയത്ത് കുഴിച്ച വെള്ളം ഇല്ലാത്തടുത്ത് കോൺക്രീറ്റ് പൊട്ടിച്ചിറക്കി. ദൈവം ഒരു ലൊക്കേഷൻ ഫൈൻഡ് ചെയ്താൽ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണം. ഇതാരോടാ കർത്താവ് പറയുന്ന? എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലാൻ. നിങ്ങൾ എന്നെ കൂടെ നിൽക്കണം മക്കളെ.
ആരോടാ കർത്താവ് പറയുന്ന എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലാൻ? ശിഷ്യന്മാരോട്. ആരോടാ പറയുന്ന ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതയെ അഴിക്കാൻ? ഈ ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് എങ്ങനെ പറഞ്ഞു തരുന്നേ? മൃഗത്തെ, ഈ കാറും ബൈക്കും ഒന്നും പറഞ്ഞില്ലല്ലോ, മൃഗങ്ങളെ കുറിച്ച് ഒരു ബോധം വേണം. ഒരാളുടെ കുതിര, അയാള് ട്രെയിൻ ചെയ്തെടുത്ത അയാളുടെ കുതിര. കേൾക്കുന്നു അമ്മ? കുതിര, നിങ്ങളുടെ പശു, നിങ്ങളുടെ കുതിര, അത് നിങ്ങൾക്കറിയാം അതിനെ എങ്ങനെ ഉപയോഗിക്കേണ്ടിയെന്ന്. കയറയിൽ ഇങ്ങനെ പിടിച്ചാലാണോ അവൻ വരുന്നത്, ഇങ്ങനെ പിടിച്ചാലാണോ വരുന്നത്, നിങ്ങൾക്ക് അറിയുള്ളൂ. കാരണം നിങ്ങൾ അതിനെ ട്രെയിൻ ചെയ്തെടുത്തേ. നിങ്ങളുടെ കുതിര, നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുതിര, നിങ്ങളുടെ മനസ്സനുസരിച്ച് നിങ്ങൾ ട്രെയിൻ ചെയ്ത അനുസരിച്ചായിരിക്കും അത് പോകുന്നത്. അതിന് നിങ്ങളുടെ ശബ്ദമേ മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ വളർത്തുന്ന നായ, നിങ്ങൾ വളർത്തുന്ന, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു റോട്ട് വീലർ ഡോഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്. ഇതിനേക്കാളൊക്കെ നല്ല നാടൻ പട്ടിയാ. ഒരു ഈ സാധാരണ നാടൻ ഡോഗ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന സാധനം. ഇപ്പൊ നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ വിളിച്ചവൻ ഓടി നിങ്ങളുടെ അടുത്ത് വരും, വന്നിരിക്കും, നിങ്ങളുടെ കൈ ഫുഡ് വെച്ച് കൊടുത്താൽ കൊടുക്കും. ഈ ഇരിക്കുന്ന ഇമ്മാനുവൽ പാസ്റ്റോ ഷിജിനോ ഇതേ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒന്ന് വിളിച്ച് കൈ വെച്ച് കൊടുത്താൽ പിന്നെ ഇവിടെ ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഓരോരുത്തരും അവരവർ വളർത്തുന്ന മൃഗം, ഞാനത് പറഞ്ഞ കാറും വണ്ടിയൊന്നും വെച്ച് കമ്പയർ ചെയ്ത് ഇത് പിടിക്കാൻ പറ്റത്തില്ല. മൃഗങ്ങളെ തന്നെ മനസ്സിലാവും. ഓരോരുത്തരും ഉപയോഗിച്ച് തഴക്കവും പഴക്കവും വന്ന ആ മൃഗം അവരുടെ സ്റ്റൈലിനനുസരിച്ചും അവരുടെ സ്പീഡിനനുസരിച്ചും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചലിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കർത്താവിന് വേണ്ടത് വേറെ ആരും കയറിയിട്ടില്ലാത്ത കഴുതയാ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പുതിയതൊന്ന് തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് ഈ പകലിൽ വേറെ എന്തെങ്കിലുമൊക്കെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം വലിച്ചു വെളിയിൽ കളഞ്ഞിട്ട് യേശുവിനെ നിന്റെ അകത്ത് കയറ്റിയാൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. പുതിയ എൻട്രി ഉണ്ടാകാൻ പോവുകയാണ്. പുതിയ എൻട്രി. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുത. പറഞ്ഞ ഫ്രഷ് അപ്പോയിന്റ്മെന്റ്. എന്ന് പറഞ്ഞാൽ കുറച്ച് IPCയുടെ ഉപദേശം, കുറച്ച് ബ്രദറൻകാരന്റെ ഉപദേശം, കുറച്ച് TPMന്റെ ഉപദേശം, അര മർത്തോമക്കാരൻ, അര ബന്ദിക്കോസുകാരൻ, പിന്നെ ഒരു 250 ഗ്രാം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, പിന്നെ ഒരു 100 ഗ്രാം IPC, പിന്നെ ഒരു 50 ഗ്രാം ബ്രദറൻ, പിന്നെ ഒരു 1/2 കിലോ ഇൻഡിപെൻഡന്റ് ചർച്ച്. ഇതെല്ലാം കൂടെ കയറ്റി വെച്ചിരിക്കുന്ന, പല കാഴ്ചപ്പാടിൽ നിൽക്കുന്ന, പല സ്റ്റൈലിൽ നിൽക്കുന്ന, പല ഉപദേശത്തിൽ നിൽക്കുന്ന, പല ചിന്തയിൽ നിൽക്കുന്ന, പല ട്രെയിനിങ്ങിൽ നിൽക്കുന്ന, പല ട്രെയിനിങ്ങിൽ നിൽക്കുന്ന ഒന്നിനെയല്ല ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത്. കർത്താവിന്റെ വചനത്തിനകത്തൂടെ യഥാർത്ഥമായ അടിസ്ഥാനപരമായ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ ദൈവിക ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു കൂട്ടം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ പലതും, പല ട്രെയിനേഴ്സ് ഉള്ള നിന്നെ അല്ല യേശുവിന് വേണ്ടത്. പറഞ്ഞേ, പല ട്രെയിനേഴ്സ്, പല ട്രെയിനർമാരാ. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് ഗുരുക്കന്മാർ ഏറെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പിതാക്കന്മാർ ഏറെയില്ല. പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒറ്റ ആത്മീയ പിതാവേ ഉള്ളൂ, നിങ്ങൾക്ക് ഒറ്റ സ്പിരിച്വൽ ഫാദറേ ഉള്ളൂ, പലരില്ല. അവിടുന്ന് ഇവിടുന്ന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി, അതും സ്പിരിച്വൽ ഫാദറാ, ഇതും സ്പിരിച്വൽ ഫാദറാ, അതും എൻ്റെ ഡാഡിയാ, ഇതും എൻ്റെ ഡാഡിയാ, അതും എൻ്റെ മമ്മിയാ, ഇതും എൻ്റെ മമ്മിയാ, മമ്മി ഡാഡി, മമ്മി ഡാഡി, മമ്മി ഡാഡി. അവസാനം ഇപ്പം എന്നെ കാണിക്കല്ലേ മോനെ, TV എന്നെ കാണിക്കല്ലേ, ഡാഡി ആയിട്ടിരിക്കുക.
ആരും കയറിയിട്ടില്ലാത്ത, Amen. പല കാഴ്ചപ്പാടില്ലാത്ത, പല ചിന്താഗതികളില്ലാത്ത, പല ട്രെയിനർമാരില്ലാത്ത ആ കർത്താവിന് വേണ്ടി മാത്രം Yes. അതിനെ കെട്ടിയിരിക്കുന്നത് കാണും. അഴിച്ചു കൊണ്ടുവരുവീൻ. Amen. ഇത് നിങ്ങൾക്കും എനിക്കും തരുന്ന ആഹ്വാനമാണ്. അഴിച്ചോണ്ട് വരുവീൻ. ഞാൻ നിങ്ങളെ വിളിച്ചതും, ഞാൻ നിങ്ങളെ നിയോഗിച്ചതും, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതും കെട്ടപ്പെട്ടതിനെ അഴിക്കാനാണ്. ഇനി എന്നെ ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് യേശുവിന് പോയി അഴിച്ചൂടെ? കർത്താവ് പറയുന്നു, ദൈവത്തിന് പദ്ധതി ഉള്ളതിനെ, പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ പ്ലാൻ ഉള്ളതിനെ, യേശുവിന് പ്രയോജനപ്പെടുത്താൻ പദ്ധതിയുള്ളതിനെ ഈ കാലഘട്ടത്തിൽ അഴിച്ചോണ്ട് വരാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇതൊരു പ്രവചനമായി ഓൺലൈനിൽ കാണുന്നവരുടെ മേൽ ദൈവത്തിന് പദ്ധതിയുള്ള ചില കുടുംബങ്ങൾ അഴിയപ്പെടട്ടെ. ദൈവത്തിന് പദ്ധതിയുള്ള കുടുംബങ്ങൾ അഴിയപ്പെടട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. യേശു അല്ല അഴിക്കുന്നത്. യേശു അല്ല അഴിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവിന് പദ്ധതി ഉള്ളതിനെ നിങ്ങളുടെ കരത്തിലൂടെ നിങ്ങൾ അഴിച്ചുകൊണ്ടുവരും. അഴിക്കാൻ ചെല്ലുമ്പോൾ ചോദ്യമുണ്ടാകാം, അഴിക്കാൻ ചെല്ലുമ്പോൾ തരത്തില്ലെന്ന് പറയും. കാരണം ആരാണോ ഇപ്പോൾ അതിനെ കെട്ടിയിരിക്കുന്നത്, മോനെ സൽമോൻ എന്നെ സൗണ്ട് തന്നേ, ആരാണോ ഇതിനെ കെട്ടിയിരിക്കുന്നത്, കെട്ടിയിരിക്കുന്നവനാണ് ഉടമസ്ഥൻ. യേശു കർത്താവ് പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്നെ ശ്രദ്ധിക്കുന്നോ? നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ പലതിനെയും പിശാച് കെട്ടിവെച്ചിട്ടുണ്ട്. പാരമ്പര്യത്തിന്റെ കയറിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. രോഗത്തിന്റെ കയറിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങളുടെ കയറിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു തുണ്ടം കയറയിൽ അവനെ തൂക്കിക്കളയാൻ പിശാച് ചിലതിനെ കെട്ടിവെച്ചിട്ടുണ്ട്. അതുങ്ങളെ മുഴുവൻ അഴിച്ചോണ്ട് വരാ. സഹോദരങ്ങളെ, മക്കളെ, നിങ്ങൾ ഇത് കേവലം കൈകൊട്ടി പാടി പോകുന്ന ഒരു സെഷൻ ആകരുത്. ഈ ഞായറാഴ്ച സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ചില ദൈവീക പദ്ധതികൾക്ക് വേണ്ടി നിയോഗിക്കുകയാണ്. ഈ നിയോഗം ഏറ്റെടുക്കാൻ ഈ ലൈവിൽ കാണുന്നവരോ ഈ ചർച്ചിലുള്ളവരോ തയ്യാറാണെങ്കിൽ ആരഴിച്ചാലും അഴിയാത്തത് നിന്റെ കൈ കൊണ്ട് അഴിഞ്ഞു വരുന്ന കാഴ്ച. ആരുടെ മുമ്പിൽ തുറക്കാത്ത വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കുന്ന കാഴ്ച. ഈ 33-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, 33-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവർ, ഉടയവനല്ല, ഉടയവർ, ഓണർ അല്ല, ഓണേഴ്സ്. ഓണേഴ്സ്. ഇതിന് വേറൊരു ആശയമുണ്ട്. ലഗിയോൻ ബാധിച്ചവൻ പറഞ്ഞു, ഞങ്ങൾ ഒരാളല്ലെന്ന്. We are different.
ഹല്ലേലൂയ. Hallelujah. യേശു കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി, അവിടെ എഴുതിയിരിക്കുന്ന മെനി ഓഫ് ഡീമൺസ് എന്ന മെനി, അവരൊരാളല്ല. Amen. അവരൊന്നായിരിക്കത്തില്ല, ചിലപ്പോൾ 1000 ആയിരിക്കും, 10,000 ആയിരിക്കും, ലക്ഷമായിരിക്കും. പക്ഷേ താങ്കൾ ഈ അഴിക്കാൻ പോകുന്ന ആള് അഴിക്കാൻ ചെല്ലുമ്പോൾ അഴിക്കുന്നത് എന്തിനെന്നൊരു ക്വസ്റ്റ്യൻ തരും. ഇത് വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ള ആളാ ഞാൻ. ഓരോ രാജ്യങ്ങളിലും, ഓരോ പട്ടണത്തിലും, ഓരോ മീറ്റിങ്ങിലും, ഓരോ സുവിശേഷ യോഗത്തിനും പോകുമ്പോൾ പൈശാചിക മേഖല ഭയക്കുന്നതും അവൻ ഡ്രീമുകളിലൂടെ കയറി വന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നതും, മാക്സിമം കർത്താവിന്റെ അഭിഷിക്തന്മാർ അവിടെ എത്താതിരിക്കാൻ, പൗലോസും പറഞ്ഞു സാത്താൻ ഞങ്ങളെ തടയാൻ ശ്രമിച്ചെന്ന്. അഭിഷിക്തന്മാർ അവിടെ എത്താതിരിക്കാൻ ശ്രമിക്കുന്നതും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ 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 ഇതിനകത്തൊരു വലിയ സത്യമുണ്ട്. നീ പോകുന്നത് പിണങ്ങി, ഈ വാക്കെല്ലാം ശ്രദ്ധിച്ചോണം, ഒരു സഭയിൽ നിന്ന്, ഒരു ശുശ്രൂഷയിൽ നിന്ന്, ഒരു ആത്മീയ പിതാവിന്റെ, ഒരു ശുശ്രൂഷകന്റെ കീഴിൽ നിന്ന് പിണങ്ങി പിടഞ്ഞെഴുന്നേറ്റ് പോകുന്നവനായാൽ ഒരു പക്ഷേ നിനക്ക് അഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അഴിക്കാൻ ചെല്ലുമ്പോൾ തിരിച്ചറ്റാക്കുകൾ വരാം. പക്ഷേ നീ അയക്കപ്പെട്ടവനായിട്ടാണ് പോകുന്നതെങ്കിൽ, അയക്കപ്പെട്ട ആളായിട്ടാണ് പോകുന്നതെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ട ആളായിട്ടാണ് പോകുന്നതെങ്കിൽ, അയക്കപ്പെട്ട വ്യക്തിയായിട്ടാണ് പോകുന്നതെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ അയക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് പോകുന്നതെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് പോകുന്നതെങ്കിൽ, നിങ്ങളെ ദൈവത്തിന്റെ സഭയോ കർത്താവിന്റെ അഭിഷിക്തനോ ഒരു സ്പിരിച്വൽ കവറിങ്ങോ നിങ്ങളെ കവർ ചെയ്ത് ബ്ലസ് ചെയ്ത് നിയോഗിച്ചാണ് അയക്കുന്നതെങ്കിൽ ഒരു ചോദ്യത്തിനും പിന്നെ പ്രസക്തിയില്ല. ആ നിയോഗത്തെ ദൈവം സാധ്യമാക്കും. കാരണം ഒന്നേ ഉള്ളൂ. പ്ലീസ് ബി സീറ്റ്. കാരണം ഒന്നേ ഉള്ളൂ, റീസൺ ഒന്നേ ഉള്ളൂ. കർത്താവിന് ഇതിനെയും കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ
നിങ്ങളെ ചെയ്യുന്ന ഒരു ദിവസമാക്കി പരിശുദ്ധാത്മാ തീർത്തുകൊണ്ടിരിക്കുന്നു. വലിയ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ വീണ്ടും നമുക്ക് ദിവസത്തിലായിരിക്കാം. ദൈവം അനുഗ്രഹിക്കും. കർത്താവിനെ നന്ദി പറഞ്ഞേ, ഉച്ചത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞേ. ദൈവത്തിന് ആവശ്യമുള്ള ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ള എന്നാൽ കെട്ടപ്പെട്ട് കിടക്കുന്നതെന്ന് ചിന്തിക്കുന്നതിനെയും ദൈവിക സമയമാകുമ്പോൾ ദൈവം അഴിച്ചു കൊണ്ടുവരും. രണ്ടാമതായി, ആർ യു ലിസണിങ് മീ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? രണ്ടാമതായി, ദൈവം അഴിക്കുവാൻ ആവശ്യപ്പെട്ടത് കർത്താവ് ഒരു സമയത്ത് അഴിച്ചു കൊണ്ടുവന്നവരെയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അഴിച്ചോണ്ട് വരൂ എന്ന് പറഞ്ഞത് കെട്ടപ്പെട്ട് കിടന്ന ജീവിതത്തിൽ നിന്ന് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് ഈ ശിഷ്യഗണങ്ങളെ അഴിച്ചു കൊണ്ടുവന്നതാണ്. ബന്ധനം അഴിഞ്ഞവരോട്, നിയോഗങ്ങൾ ഏറ്റെടുത്തവരോട് കർത്താവ് പറയുന്നു, ഇനി നിനക്കൊരു ദൗത്യമുണ്ട്. എനിക്ക് ആവശ്യമുള്ളതിനെ നീ അഴിച്ചുകൊണ്ട് വരണം. എനിക്ക് ആവശ്യമുള്ളതിനെ, സിജോ പാസ്റ്ററെ കർത്താവിന് ആവശ്യമുള്ളതിനെ, ജോൺസൺ പാസ്റ്ററെ, കരുൺ, ഡോക്ടർ കരുൺ, സാമച്ചായ, ഇവിടെ ദൈവദാസമ ജിജി പാസ്റ്ററെ, കർത്താവിന് സഹിച്ച കർത്താവിന് ആവശ്യമുള്ളതിനെ നിങ്ങൾ അഴിക്കണം. കർത്താവിന് ആവശ്യമുള്ളതിനെ നിങ്ങൾ അഴിക്കണം, നിങ്ങൾ അഴിക്കണം, നിങ്ങൾ അഴിക്കണം. Hallelujah. Hallelujah. Glory to God. Hallelujah. Hallelujah. മൂന്നാമതായി, പിടഞ്ഞെഴുന്നേറ്റ് അഴിക്കാൻ പോകുന്നവരാകരുത്, അയക്കപ്പെട്ടവരായി പോണം. അധികാരത്തിന്റെ കീഴിൽ അയക്കപ്പെട്ടവരായി പോയാൽ ഒരുത്തനും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, തന്നേ പറ്റത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ശത്രുവിന് പിടിച്ചു വെക്കാൻ കഴിയാതെ ചിലതൊന്ന് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ശത്രുവിന്, പിശാചിന് ചിലതൊന്നും പിടിച്ചു വെക്കാൻ കഴിയാതെ ദൈവത്താൽ ഇന്ന് പകലത് റിലീസ് ചെയ്യാൻ പോകും. Oh, listen to me. I'm feeling the anointing. നാലാമത് അല്ലെങ്കിൽ അഞ്ചാമത്, കർത്താവിന് പ്രയോജനം ഉള്ളതിനെ മീറ്റ് ചെയ്യാനും അടുത്ത് ചെല്ലാനും അഴിക്കാനും വളരെ പക്വതയോടെ അവരെ യേശുവുമായിട്ട് കണക്ട് ചെയ്യാനും ദൈവം തരുന്ന നിയോഗങ്ങൾ ഉപയോഗിക്കണം. മനസ്സിലായില്ല അല്ലേ? ഇപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ പെൺകഴുതയും എൻ്റെ കുട്ടിയും കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരണം എന്ന് കർത്താവ് നിയോഗം തരികയാണ്. ദൈവം നമ്മളെ അയക്കുകയാണ്. ആ അയക്കപ്പെട്ടവരായി പോകുമ്പോൾ ഈ ദൈവത്തിന് ഇപ്പൊ ഈ കഴുത ആർക്ക് പ്രയോജനപ്പെടാൻ പോവാ? പറ, ആർക്കാ കഴുത പ്രയോജനപ്പെട്ടെ? ഉറക്കെ പറ. പുറകിലിരിക്കുന്ന സഹോദരങ്ങൾ, യേശുവിന് ആർക്കാ കഴുത പ്രയോജനപ്പെട്ടെ? ഈ യേശുവിന് പ്രയോജനമുള്ളതിനെ കണ്ടുമുട്ടാൻ, കർത്താവിന് ഉപയോഗിക്കാനുള്ളതിനെ മീറ്റ് ചെയ്യാൻ, അവരുടെ അടുക്കലെത്താൻ, അവരെ അഴിച്ചോണ്ട് വരാൻ കർത്താവ് ഒരു സ്പെഷ്യൽ ഗ്രേസ്, അതൊരു ചുമ്മാ സമയം കളയാതെ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ നീ ചെയ്യുന്ന പ്രവൃത്തികൾ വർത്താകാൻ, നിന്റെ ശുശ്രൂഷ വർത്താകാൻ, നിന്റെ മിനിസ്ട്രി വർത്താകാൻ പ്രാർത്ഥിക്കാം. സമയപരിമിതികൾ കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. ആറാമതായി, എല്ലാം അയച്ചവന് വേണ്ടി ചെയ്യണം. കൈ കൊടുത്ത് പറഞ്ഞു, എല്ലാം എന്നെ അയച്ചവന് വേണ്ടി ചെയ്യണം. ശിഷ്യന്മാരിപ്പോ ആർക്ക് വേണ്ടിയാ പോന്നേ? യേശുവിന് വേണ്ടിയാ പോന്നേ. എല്ലാം അയച്ചവന് വേണ്ടി ചെയ്യണം, അവന്റെ മഹത്വത്തിനായി ചെയ്യണം. കഴുത അഴിക്കാൻ പോകുമ്പോ
ചിലപ്പോൾ ഇച്ചിരി നടക്കേണ്ടി വരും, ചോദിക്കേണ്ടി വരും, പോകേണ്ടി വരും. ചില ശക്തികളുമായിട്ടും ചില വ്യക്തികളുമായിട്ടും ചില സാഹചര്യങ്ങളുമായിട്ടൊക്കെ ചിലപ്പോ ഒന്ന് ഏറ്റുമുട്ടേണ്ടി വരും. ഇതെല്ലാം മുമ്പിലുള്ളപ്പോഴും ഒരു ബോധ്യം ഉള്ളിൽ വേണം, ഞാനിപ്പോൾ ഇറങ്ങി തിരിച്ചത്, ഞാനിപ്പോൾ നിൽക്കുന്നത് എന്റെ പദ്ധതിയിലല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് എന്റെ യേശു എന്നെ ഏൽപ്പിച്ച, എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ആ പദ്ധതിയിലാണ്. ഇന്ന് ഈ ഞായറാഴ്ച ഞാൻ ഇവിടെ വന്ന് ആരാധിക്കുന്നത് പോലും ദൈവിക പദ്ധതിയിലാണ്. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ദൈവിക പദ്ധതിയിലാണ്. പറഞ്ഞ എല്ലാം അയച്ചവന് വേണ്ടി ചെയ്യണം, എന്നെ മഹത്വപ്പെടുത്താനല്ല. പറഞ്ഞേ, എന്നെ മഹത്വപ്പെടുത്താനല്ല, എന്റെ ശുശ്രൂഷ യേശുവിന്റെ നാമം മഹത്വപ്പെടണം. ഞാൻ ആശിഷ, എനിക്കറിയാം ചൂടുണ്ട്. 1 മണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ ഇതിനകത്ത് ഇരുത്തുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ചർച്ചിന്റെ പണി വേഗത്തിൽ നടക്കണം. മക്കളെ, ഞാൻ ഇതെല്ലാം പറയുന്നത് ഈ ലൈവിൽ കാണുന്നവരും ഓർക്കേണ്ടത്, ഇവിടെ ഇരിക്കുന്നവരും ഓർക്കേണ്ടത്, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ. എനിക്ക് എവിടെ നിന്ന് പ്രസംഗിക്കുന്നത്, എനിക്ക് ഭക്ഷണം ഇല്ലെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിലും സ്വത്രം, നല്ല വണ്ടിയാണെങ്കിലും നല്ല വണ്ടി അല്ലെങ്കിലും സ്വത്രം, എക്കണോമിക് ക്ലാസ് ആണെങ്കിലും ബിസിനസ് ക്ലാസ് ആണെങ്കിലും എന്ത് കർത്താവ് എന്താണോ എനിക്ക് തുറന്നു തരുന്നത് അതിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ. ദൈവം തുറന്നു തരുന്ന വഴിയിലൂടെ പോകുന്ന ആളാണ് ഞാൻ. പക്ഷെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് നമുക്ക് വിശാലമായിട്ട് ഒന്നിച്ചിരുന്ന് ആരാധിക്കാനും, നമുക്ക് ആ വാഷ്റൂം ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ആളുകൾക്ക് പോകാനും ആ ഒരു AC ചർച്ചിൽ അല്ലെങ്കിൽ ആ ഒരു AC നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഇതിനകത്തിരിക്കുന്നവർക്ക് മനസ്സിലാവും അത് ഞാൻ എന്താ അങ്ങനെ പറഞ്ഞത്, അതൊരു അഹങ്കാര വാക്കാണോ അതൊരാവശ്യമാണോ എന്ന് ഇപ്പം ഇതിനകത്തിരിക്കുന്നവർക്ക് മനസ്സിലാവും. ഒരു പക്ഷെ അത് പുറത്തിരിക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല. ഈ സ്റ്റേജിലൊക്കെ ഞങ്ങൾ നിൽക്കുമ്പോൾ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ദൈവം നിർത്തിയിരിക്കുക, നിർത്തുക. നല്ല ചൂടുണ്ട്. 1 മണിക്ക് അപ്പുറത്ത് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലാകണം, നിങ്ങൾക്ക് വിടുതലുണ്ടാകണം. എന്നെ വെറുത്തു പോകരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, ആർ യു വിത്ത് മീ? ചേർന്ന് ആമീൻ പറഞ്ഞാൽ. ഞാൻ ഇവിടെ കാണുന്ന അതൊന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. ചർച്ചിന്റെ പണിക്ക് വേണ്ടി കർത്താവ് പറയുന്നു പ്രാർത്ഥിക്കാൻ. എല്ലാം ഇങ്ങനെ എഴഞ്ഞു പോകുന്നൊരവസ്ഥയിലല്ല. ഈ ദൈവത്തിന്റെ പദ്ധതിയാണത്. അതിനുള്ള എല്ലാ സാമ്പത്തിക വഴികളും ദൈവം തുറക്കണം. കർത്താവ് അതിനെ മനോഹരമാക്കണം. പറഞ്ഞേ, നിങ്ങൾ വ്യക്തിപരം പറഞ്ഞേ, യേശുവേ എനിക്ക് അതിനകത്ത് ഒന്നിരുന്ന് നിന്നെ ആരാധിക്കാൻ. കർത്താവ്, നിങ്ങൾ വ്യക്തിപരമായി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, അതിനകത്ത് വന്നിരുന്ന് നിന്നെ ഒന്ന് മഹത്വപ്പെടുത്താൻ സഭയ്ക്ക് എല്ലാ വഴികളെയും നീ തുറന്നു തരണേ കർത്താവെ. എൻ്റെ ആവശ്യമാണ്, നിങ്ങളുടെ ആവശ്യമാണ്, നമ്മളുടെ ആവശ്യമാണ്, ദൈവരാജ്യത്തിന്റെ ആവശ്യമാണ്. ഇതൊരു ദൈവിക നിയോഗമാണ്, ഒരു വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമാണ്. പിതാവേ, അത് ചെയ്തതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. ഈ കഴുതക്കുട്ടിയെ, ഈ പെൺകഴുതയെ അതിന്റെ കുട്ടിയെയും ശിഷ്യന്മാർ അഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ആർ യു റെഡി? അവരഴിക്കുകയാണ്. അഴിക്കുമ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഈ കഴുതയെ അഴിക്കുന്നത്? ഒത്തിരി ഉത്തരയില്ല, 1000 പറച്ചിലില്ല, ഒറ്റ ഉത്തരേ ഉള്ളൂ, കർത്താവിന്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവര് പല പല സാഹചര്യത്തിൽ നിന്ന് വന്നവരാ, എനിക്കറിയാം. ഞാൻ ഉൾപ്പെടെ, ഞാനും ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിരുന്നു, ഒരു സാമുദായിക ചുറ്റുപാട് ജീവിച്ച ആളാണ്. പല പല സാഹചര്യങ്ങളിലുള്ളവരായിരുന്നു, പല പല കയറുകളായിരുന്നു നമുക്കും എനിക്കും നിങ്ങൾക്കും. എന്നെ കെട്ടിയ കയറല്ലായിരുന്നു നിങ്ങളെ കെട്ടിയിരുന്ന കയർ. നിങ്ങളെ കെട്ടിയ കയറല്ല അപ്പുറത്തിരുന്ന ആളെ കെട്ടിയ കയർ. ഓരോ കയറിനകത്തും നിങ്ങളെ ബന്ധിച്ച ബന്ധനത്തിന്റെ പേരുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ എല്ലാവരെയും അഴിച്ച് തന്റെ ദാസനെ അയച്ച്, ഒരു ദൈവപുരുഷനെ അയച്ച്, അല്ലെ ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് പദ്ധതിയുള്ളവരെ അയച്ച് നമ്മളെ എല്ലാം അഴിച്ച് വേണ്ടേ ഈ ഒരു ചൂടിനകത്തും ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് കർത്താവിന് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടാണ്. കർത്താവിന് പറഞ്ഞേ, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്.
അടുത്തിരിക്കുന്നവർ പറഞ്ഞ അല്ലേ നിങ്ങളെ അഴിച്ചോണ്ട് വരത്തില്ല. പറഞ്ഞേ അഴിച്ചോണ്ട് വരത്തില്ല. അല്ലേ നിങ്ങളെ അഴിച്ചോണ്ട് വരത്തില്ല. നിങ്ങളെ ആ പിശാച് കെട്ടിയിട്ട ചുറ്റുപാടുണ്ടല്ലോ, അതിനകത്ത് ഇപ്പോഴും നിങ്ങൾ അവിടെ കിടന്നേനെ. ആ കുറ്റിക്കകത്ത് ഇപ്പോഴും നിങ്ങൾ കിടന്നേനെ. നിങ്ങളെ ദൈവം അഴിച്ചെങ്കിൽ, അതിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയെങ്കിൽ, ടിനുപാസെ കുറിച്ച് മാത്രമല്ല, ജിജിപാസെ കുറിച്ച് മാത്രമല്ല, ഈ ഇരിക്കുന്ന ദൈവദാസന്മാരെ കുറിച്ച് മാത്രമല്ല, നിങ്ങളെ എല്ലാം കർത്താവിന് ആവശ്യം. ഇനി ഇവിടെ വളരെ ചിന്തിക്കേണ്ട ഒരു, ഇമാജിൻ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഭാവന കാണുന്ന എത്ര പേരുണ്ട്? ഇല്ലേ? കൈവക്ക്. എന്തെങ്കിലുമൊക്കെ ഭാവന ഇങ്ങനെ ചിന്തിക്കുന്നവർ, ചില കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നവർ. വേണ്ടാത്ത കാര്യം ചിന്തിക്കാനൊക്കെ വലിയ കഴിവുള്ളവരുണ്ട്. കൈവക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഇമാജിൻ ചെയ്യുക. ഈ പെൺകഴുത എഴുതി അതിന്റെ കുട്ടി അഴിക്കുകയാണ്. എൻ്റെ ചോദ്യം, എന്നെ ശ്രദ്ധിക്കുന്നോ? എന്തിനാണ് ഈ കഴുത കുട്ടി, എന്തിനാണ് കഴുത കുട്ടി അഴിക്കുന്നത്? അതവിടെ നിന്നോട്ടെ. പശുവിനെ അഴിച്ചോണ്ട് പോകുന്നത് എന്തിനാന്ന് മനസ്സിലായി. പശുക്കുട്ടി എന്തിനാ അഴിച്ചോണ്ട് പോകുന്നത്? കഴുത അഴിച്ചത് മനസ്സിലായി. വാഹനം ഈ കഴുത കുട്ടി എന്തിനാ? എന്റെ ചിന്തയിൽ ഞാൻ പറയുന്നു, എന്റെ ഭാവന ഞാൻ പറയുന്നു, അതൊരു പ്രൊഫറ്റിക്കലായിട്ട് ഞാൻ പറയുകയാണ്. നിന്നെ ദൈവം വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, മൊത്തം കേട്ടിട്ട് നമ്മളങ്ങ് ആരാധിക്കും, ഇടയ്ക്ക് കൈ കൊട്ടരുത്. ദൈവം നിന്നെ അഴിച്ചിട്ടുണ്ടെങ്കിൽ, ചിലതിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, നിന്റെ തലമുറയെ അതിനകത്ത് ഇടുകയല്ല. അതിനെ അഴിക്കും, അതിനെ അഴിക്കും. നിന്നെ ഉപയോഗിച്ച ദൈവം നിന്റെ മക്കളെ ഉപയോഗിക്കും. ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ്, ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ് ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ എന്റെ മക്കളും എന്റെ ദൈവത്തെ ആരാധിക്കും. ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ അതിലുപരിയായി എന്റെ തലമുറകളും എന്റെ ദൈവത്തിൽ വിശ്വസിക്കണം. ഞാൻ എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തിൽ ഇറങ്ങി തിരിച്ചതുപോലെ എന്റെ തലമുറകളും ഈ വഴിയിൽ സഞ്ചരിക്കണം. യേശുവേ, ഈ ഓശാന ഞായറാഴ്ച ഈ പെൺകഴുതയും അതിന്റെ കുട്ടിയെയും അഴിച്ചതുപോലെ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. I decree, amen, and I declare, amen, the generational blessing. Amen. നിങ്ങൾ ക്ലെയിം ചെയ്യണം. ഇരുന്നാട്ടെ, നിങ്ങൾ ഇത് ക്ലെയിം ചെയ്യണം. ഇനി കേട്ടായി, ഇനി ഭാവന കാണുവാണേ, ചിന്തിക്കുവാണേ, ആത്മതലത്തിൽ ചിന്തിക്കുവാണേ. കഴുത എന്ന് പറയുന്ന മൃഗം, ജീവി, പഴയ നിയമത്തിൽ ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ പുസ്തകങ്ങളിലെല്ലാം വായിക്കുമ്പോൾ ഇതിനെ യാഗത്തിന് ഉപയോഗിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് that is a holy sanctuary, that is a holy place, വിശുദ്ധ സ്ഥലമാണ്. അവിടെ എല്ലാവർക്കും ഒന്നും കയറിപ്പാൻ പറ്റൂല. തിരശീലകൾക്ക് അപ്പുറത്ത് ഒട്ടും പറ്റൂല. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു കഴുതകളും, ആട് കയറിയിട്ടുണ്ട്. ആട് സൈഡിൽ കൂടെ ആടുകളെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? യാഗം കഴിക്കാൻ. കാളക്കിടാങ്ങളെ കയറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? യാഗം കഴിക്കാൻ. കഴുതയെ യാഗത്തിന് ഉപയോഗിക്കില്ല. കഴുത എങ്ങും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, എങ്ങും ശ്രദ്ധിക്കപ്പെട്ട ജന്തുവല്ല. പിന്നെ അവന്റെ ആകെ ലൈഫ് എന്ന് പറയുന്നത് ഭാരം ചുമക്കുക എന്നുള്ളതാണ്. ആ ഭാരം ചുമത്തിട്ടെങ്ങാനും വേണ്ടാത്തടുത്ത് കയറി നിന്നാൽ, വലിയ ആളുകളുടെ കൂട്ടത്തിൽ നിന്നാൽ ഇവനെ അടിച്ച് ഓടിക്കും, കല്ലെറിഞ്ഞൊടി ഓടിക്കും. ജെറുസലേം ദേവാലയത്തിനകത്തെങ്ങാനും അവത്തവശ ഓടിക്കേറിയാൽ കൊന്നുകളെ. പെട്ടലി ഒടിച്ച്, അങ്ങനെയാണ് ഞാൻ ഭാഗത്ത് വെച്ചത്, കഴുത്തൊടിച്ച് താഴ്വരെ തള്ളിക്കളെ. എന്നാ എല്ലാവന്റെയും ഭാരം, വിഴുപ്പ് ഇത് ചുമക്കുകയും വേണം. ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, ഭാരം മാത്രം ചുമന്നിട്ടുള്ള, ജീവിതത്തിൽ ഒരു പ്രശംസകളോ സന്തോഷങ്ങളോ അനുഭവിച്ചിട്ടില്ലാത്ത, എല്ലാ ഭാരവും വഹിച്ചുകൊണ്ട് നടക്കുന്ന, ഒറ്റപ്പെട്ട് നിൽക്കുന്ന
കഴുതകളുടെ ഗണത്തിൽ, കഴുതകളുടെ ചരിത്രത്തിൽ ഒരു കഴുതയും അതിന്റെ കുട്ടിയെയും യേശു അഴിപ്പിച്ചു കൊണ്ടുവന്നു. അപ്പോ എന്റെ ചിന്തയാണ്, ഈ കുഞ്ഞു കഴുത അമ്മ കഴുതയെ നോക്കുന്നുണ്ട്, ഇവരൊന്നിച്ച് നടക്കുന്നുണ്ട്. യേശു കർത്താവിന്റെ അടുക്കൽ എത്തിച്ചു. അവൻ അതിന്റെ മുകളിൽ കയറി. ഇനി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി സീനെല്ലാം മാറുക. രംഗമെല്ലാം മാറുക. കർത്താവ് നിന്നെ തെരഞ്ഞെടുത്താൽ, കർത്താവ് നിന്നെ അഴിച്ചാൽ, കർത്താവ് നിന്റെ മേളിൽ വാഹനമേറിയാൽ, നീ എത്ര ഭാരം ചുമന്ന വ്യക്തിയാണെങ്കിൽ, നീ എത്ര ഒറ്റപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നീ എത്ര നിന്ന അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ, നിന്നെ ആരും പരിഗണിച്ചില്ലെങ്കിൽ, ഒരു വ്യക്തികളും നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ, എല്ലാവിടവും നീ ഒരു അവഗണിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും, സമൂഹം മുഴുവൻ നിന്നെ ശ്രദ്ധിക്കത്തക്ക നിലകൾ എന്റെ ജീവിതമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഈ കഴുത ഞാനാണ്, ഒരു യോഗ്യതയില്ലാത്ത കഴുത. ഇന്ന് ഇവിടെ കുറച്ചു മുമ്പ് വന്നത് ഈ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. ഇവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ജനപ്രതിനിധിയാണ്. അവരുടെ വീട്ടിൽ പോലും നടന്ന സൗഖ്യം, അവരുടെ വീട്ടിൽ പോലും നടന്ന സൗഖ്യം അവർ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു, ഈ പട്ടണത്തിൽ ഞാൻ ഒറ്റപ്പെട്ടത്, ഈ പട്ടണത്തിന്റെ നെടുകയും കുറുകയും നടന്ന് കരഞ്ഞു. പള്ളിക്കാരനെ പുറത്താക്കിയത്, എന്റെ പേര് പള്ളിയിൽ നിന്ന് വെട്ടിയത്, ഒറ്റയ്ക്ക് ബാഗും തൂക്കി ടൗണിലൂടെ നടന്ന് സുവിശേഷം പറഞ്ഞത്, പട്ടിണി കിടന്നത്, ഉപവസിച്ചത്, കരഞ്ഞത്. പക്ഷെ ഇന്ന് ഈ പട്ടണം മുഴുവൻ വണങ്ങി നിൽക്കുമ്പോ ഈ ദൈവം മാനിക്കുന്നവനാ. ആരെന്റെ കൂടെ കാണുമെന്ന് എനിക്കറിയത്തില്ല, ആരെന്നെ സഹായിക്കുമെന്ന് എനിക്കറിയത്തില്ല, ആരെന്നെ മനസ്സിലാക്കുമെന്നോ ആരെന്നെ നല്ല ധാരണയുണ്ടെന്നോ തെറ്റിദ്ധാരിക്കുമെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ വിളിച്ചവൻ, എന്നെ പാരമ്പര്യത്തിൽ നിന്ന് അഴിച്ചവൻ, എന്റെ ബന്ധനങ്ങളെ, എന്റെ വിലാപങ്ങളെ നൃത്തമാക്കിയവൻ, എന്റെ അകത്ത് വന്നവൻ, അവൻ വിശ്വസ്തനാ, വിശ്വസ്തൻ. എത്രയോ കഴുതകൾ ആ പട്ടണത്തിലുണ്ട്. എത്രയോ കഴുതകൾ ഇപ്പോഴും വിഴുപ്പ് ചുമക്കുന്നു. എത്രയോ കഴുതകൾ ഇപ്പോഴും കെട്ടപ്പെട്ട് കിടക്കുന്നു. പക്ഷെ അതിനകത്ത് ഈ കഴുത ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലത്. ഇപ്പോൾ അത് അനുഭവിക്കുന്ന ബഹുമാനവും, ഇപ്പോൾ അതിന് കിട്ടുന്ന ആ സ്വീകരണവും, ഇതൊന്നും ആ കഴുതയുടെ പാരമ്പര്യ ഗുണമോ ആ കഴുതയുടെ ക്വാളിറ്റിയോ അതിന്റെ വംശഗുണമോ ഒന്നും അല്ല. അവന്റെ മേളിൽ ഒരുത്തൻ കയറി. അതാ ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ നന്മയും, ഈ ഓശാന ഞായറാഴ്ച പറയുന്നു, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന മുഴുവൻ നന്മയും നമ്മുടെ ഗുണവും നമ്മുടെ കഴിവൊന്നും അല്ല. ഞാൻ എൻ്റെ ഭാവനയിൽ, എൻ്റെ ചിന്തയിൽ പറയട്ടെ പ്രിയ മക്കളെ, ഈ പെൺകഴുത കൊച്ച് തള്ളക്കഴുതയോട് ഇങ്ങനെ നടക്കുമ്പോ ഇതുവരെ അതിന്റെ മുമ്പിൽ ഒറ എന്ന് പറഞ്ഞ ആളുകൾ ഓടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ആളുകൾ മുമ്പിൽ തുണി വിരിക്കുകയാണ്. ഒലിവിൻ ചില്ലകൾ കുരുത്തോലകളും വീശുകയാണ്. ഇനി ചരിത്രപരമായ ഒരു കാര്യം, ഇതൊരു പ്രവചനമാണ്. കർത്താവ് എന്റെ മേൽ പകർന്ന ആ ഒരു അഭിഷേകത്തിൽ, ദൈവത്തിന്റെ കൃപയാൽ തന്ന ആ ഒരു ഡിക്ലറേഷൻ ഗ്രേസ്,
ഞാൻ ഇവിടെ ഒരു വാക്കിൽ റിലീസ് ചെയ്യാൻ പോവാണ്. Come on, Yebush. Listen to me. ഈ കഴുത ഇങ്ങനെ നടക്കുമ്പോ പരിചയമില്ലാത്ത ഒരു റൂട്ട്. പരിചയമില്ലാത്തൊരു റൂട്ട്. ഇത് പോകുന്നത് ജെറുസലേം ദേവാലയത്തിനകത്തേക്കാണ്. ജെറുസലേം ദേവാലയത്തിന്റെ വഴികളിലൂടെ ആ ഗേറ്റ് കടക്കുകയാണ്. ഈ കഴുതയോ ഈ കഴുതയുടെ കുട്ടിയോ ഇതിന്റെ അപ്പനപ്പന്മാരോ ചരിത്രത്തിൽ ഒരൊറ്റ കഴുതകൾ ഈ ഗേറ്റിനകത്ത് കയറിയിട്ടില്ല. ആരെങ്കിലും വന്നാൽ തന്നെ പുറത്ത് കെട്ടിയിട്ടിട്ട് അകത്ത് പോകും. ആലയത്തിനകത്തോട്ട് എൻട്രി ഇല്ല. പക്ഷെ ഈ കഴുത മാത്രം ഇവന്റെ അപ്പന്മാരോ അപ്പനപ്പന്മാരോ അപ്പാപ്പന്മാരോ ഒന്നും പോയിട്ടില്ലാത്ത നന്മയുടെ വഴിയിലൂടെ കയറുകയാണ്. ഇതിനായിരം കാരണങ്ങളില്ല. ഇതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്നെ തെരഞ്ഞെടുത്തവൻ, എന്നെ വിളിച്ചവൻ, എന്റെ മേലിൽ വാഹനമേറിയവൻ, എന്റെ ഉള്ളിൽ വന്നവൻ. നീ ഇല്ലാമൽ നാളെല്ലാം നാളാകുമോ? നീ ഇല്ലാമൽ വാഴ്വെല്ലാം വാഴ്വാകുമോ? ഏതേത് നിനവും നീ ആകാം, ഏതേത് വാഴ്വും നീ ആകാം. നീ Ashay, next scale please. The high scale for Emmanuel KB. യേശു ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നും അല്ലായിരുന്നു. ഒന്നിരുന്ന ഒരു മിനിറ്റ് കൂടെ. ഈ പെൺകഴുത കൊച്ചിനൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ ചിന്തയാണേ, ബൈബിളിലുള്ള കാര്യമല്ലേ, ഞാൻ ഒരു ഭാവന കണ്ട് പറയുവാണേ. ഈ പെൺകഴുത കൊച്ചു ചോദിക്കാം, അമ്മേ, നമ്മൾ ഇന്ന് വരെ ഈ വഴി വന്നിട്ടില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടാണല്ലോ അമ്മേ വഴിയിലൂടെ പോണേ. അമ്മ, ഇവരെന്നാ നമ്മുടെ മുമ്പിൽ ഇത്രയും പൂക്കളെറി കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്നവർ പൂക്കൾ എറിയുന്നു, ആട്ടി ഓടിച്ചവർ കുരുത്തോല വീശുന്നു, ആളുകളെല്ലാം കൂടെ ഭയങ്കര ആർപ്പുവിളി നടത്തുന്നു. നമുക്കെന്താ അമ്മ ഇത്ര വമ്പിച്ച സ്വീകരണം? ഇതെന്താ? നമ്മുടെ കുടുംബത്തിലുള്ളവരോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണവും എക്സ്പീരിയൻസ് ചെയ്യാത്തത്. ഈ സന്തോഷം നമുക്ക് എവിടുന്ന് അമ്മേ വരുന്നേ? ഒരുപക്ഷെ അമ്മ കഴുത പെൺകഴുത കൊച്ചിനെ ഇങ്ങനൊന്ന് താഴോട്ട് ചരിഞ്ഞു നോക്കിയിട്ട് ആ കണ്ണുകൊണ്ട് പൊക്കി കാണിച്ചു കാണും. ഇത് നമ്മുടെ കുടുംബം കൊണ്ടല്ല. നമ്മൾ എപ്പോഴും കഴുതകളാ. സ്റ്റിൽ വി ആർ ഡോങ്കീസ്. നമ്മൾ ഇപ്പോഴും കഴുതകൾ തന്നെയാ. നമ്മുടെ നിറവും വംശവും ഒന്നും മാറിയിട്ടില്ല. പക്ഷെ ആരുടെ മേളിലും കേറാത്തൊരുത്തൻ എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്നിൽ എന്താ കർത്താവെ കണ്ടത്? ചേറ്റിൽ കിടന്ന എന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളെ ഉയർത്തി എന്നെ അൻപോടു സ്നേഹിപ്പാൻ. ഇത് കരങ്ങളും ഉയർത്തി പാടി.
പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ മാനിച്ചിടുവാൻ കരങ്ങൾ ഉയർത്തി പാടിയേ. യോഗ്യത എന്നിൽ കണ്ടു. ഇത് റിപ്പീറ്റ് ചെയ്യണം. ഈ വരി റിപ്പീറ്റ് ചെയ്യണം. നമ്മെ സ്നേഹിച്ചിടാം. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. Save us, Lord. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നവനെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. കൈകളെ ഉയർത്തി നന്ദിയോടെ ഹോശാന ഹോശാന. Heal these people. Heal in Jesus' mighty name. The power of the Holy Ghost. The power of the Holy Ghost. ജനം മാത്രം പാടി എന്താണ് ഉച്ചത്തിൽ പാടിയേ. ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ
meaning of Hosanna. Save us, Lord. രക്ഷകനെ ഞങ്ങളെ രക്ഷിക്കൂ. ഇന്ന് ഈ ഹോസന്ന നിങ്ങൾ പാടുമ്പോൾ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. We all are saved. We all are saved. ഞാൻ ഇപ്പോഴും ആ കഴുത തന്നെയാണ്. പക്ഷെ ഈ കഴുതയെ യേശു തെരഞ്ഞെടുത്തു. എനിക്കിത് അത്ഭുതമാണ്. എനിക്കിത് അത്ഭുതമാണ്. കഴിഞ്ഞ ദിവസം ടാൻസാനിയയില് മീറ്റിങ്ങിന് പോയപ്പോൾ അവിടുത്തെ ഒരു MP, അവിടുത്തെ പാർലമെന്റ് മെമ്പർ ഓഫ് പാർലമെന്റിലെ മനുഷ്യൻ അവിടുത്തെ പാർലമെന്റിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ആ പാർലമെന്റിനകത്ത് കയറി, ബാക്കി കാര്യങ്ങൾ എനിക്ക് പൊതുവിൽ എല്ലാം പറയാൻ കഴിയത്തില്ല, അവരോടൊക്കെ സംസാരിക്കാനും. ആ പാർലമെന്റ് കോമ്പൗണ്ടിൽ കയറാൻ പറ്റത്തില്ല, എല്ലാവർക്കും എൻട്രി ഇല്ല, എല്ലാരെയും കയറ്റി വിടുന്ന സ്ഥലമല്ല. പക്ഷെ അവിടൊക്കെ പല പാർലമെന്റുകളിൽ നിൽക്കുമ്പോൾ, UN നിൽക്കുമ്പോൾ എവിടെ നിന്നാലും എനിക്കറിയാം I'm a donkey. ഞാനൊരു യേശുവിന്റെ മുമ്പിൽ ഒരു കഴുതയാണ്. പക്ഷെ ഈ കഴുതയെ കർത്താവ് തെരഞ്ഞെടുത്തത് കൊണ്ട് കുതിരകൾക്ക് കയറി പോകാൻ പറ്റാത്തടുത്ത് കഴുത കയറി പോവുകയാണ്. വലിയ വെള്ള കുതിരകൾക്ക് കയറി പോകാൻ പറ്റാത്തടുത്ത് ഈ കഴുത കയറി പോവുകയാണ്. മക്കളെ, ജീസസ് സേവ്സ് യു. രക്ഷകൻ ഒരാളെ ഉള്ളു കേട്ടോ, അത് യേശുവാ. മക്കളെ, പാപ വഴികളെല്ലാം വിട്ടേക്കണം. ഇതെല്ലാം നിന്നെ തൊലച്ചു കളയും. പക്ഷെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരും ഇവരുമൊക്കെ അതും ഇതൊക്കെ പറയും, വിട്ടുകളഞ്ഞേക്കണം. ഇതൊന്നും ശ്രദ്ധിക്കണ്ട. പൂവെറിയുന്നവരും കാണും, കുരുത്തോല വീശുന്നവരും കാണും, ഓശന്ന പാടുന്നവരും കാണും, ക്രൂശിക്കാന്ന് പറയുന്നവരും കാണും. പക്ഷെ ഇതൊന്നുമല്ല എന്റെ വിഷയം. എന്നെ വിളിച്ചവനാണ് എന്റെ വിഷയം, എന്നെ തെരഞ്ഞെടുത്തവനാണ് എന്റെ വിഷയം. ഈ കൂട്ടത്തിൽ എന്നെ പോലെ ആർക്കും ഒരു പ്രയോജനം ഇല്ലാതെ കിടക്കുന്നു എന്ന് പറയുന്ന തകർന്നു പോയ ഒത്തിരി കഴുതകൾ, മൺപാത്രങ്ങളുണ്ട്. നിന്റെ ജീവിതം യേശുവിന് കൊടുക്കാവോ? നിന്റെ ജീവിതം യേശുവിന് കൊടുക്കാവോ? കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് വരണം എന്നൊന്ന് പറയാവോ? ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടുന്ന എന്തിനാണെന്നറിയാവോ? യേശുവിന്റെ കൂടെ ചേരാൻ, യേശുവിനെ ധരിക്കാൻ, നിങ്ങളാകുന്ന കഴുതയിൽ യേശു വന്ന് വസിക്കാൻ, സ്നാനപ്പെട്ടവന് വേണ്ടി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവരെ കൈ ഒന്ന് ഉയർത്തി അഭിമാനത്തോടെ, എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം, എന്റെ ഹൃദയം ഞാൻ യേശുവിനായി തരുന്നു, അങ്ങ് എന്നിൽ വരണമെന്നുള്ളവരെ കൈ ഉയർത്തി പിടിച്ചേ. നന്നായിട്ട് ഉയർത്തി പിടിച്ചോ. കൈ ഉയർത്തുന്നെങ്കിൽ നന്നായി ഉയർത്തിക്കണം. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം, ഈ യേശുവിനായി എന്റെ ഹൃദയം ഞാൻ തരുന്നു, എന്റെ ലൈഫ് ഞാൻ തരുന്നു. മക്കളെ, ആരും ഈ സമയത്ത് അവിടെ മൂവ് ചെയ്യല്ല. ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ, ഉയർത്തി പിടിച്ച്. ആ കൈ ഉയർത്തിയവരെന്നെ നോക്കിയേ. മക്കളെ, കൈ ഉയർത്തിയവരെന്നെ നോക്കിയേ. എന്റെ അടുത്തൊന്ന് വന്നേ, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഒത്തിരി പേർ അവിടെ അവിടെ എല്ലാം കൈ ഉയർത്തിയിട്ടുണ്ട്. ഓടിവാ, പെട്ടെന്ന് വാ. ഇന്ന് എല്ലാവരുടെ മേലെ കൈ വെച്ച് പ്രാർത്ഥിക്കുമല്ലോ നിങ്ങൾക്ക് വേണ്ടി. ഓടിവാ. നോ നോ നോ, നെവർ ചേഞ്ച് ദ സോങ്. പ്ലീസ് പ്ലീസ്. ഹോസാന, എന്നെ അൻപോട് സ്നേഹിപ്പാൻ. That is our message today. നമ്മുടെ മെസ്സേജ് ഇന്ന് അതാണ്. Come quickly, come quickly. ഓടിവാ മോളെ, മക്കളെ ഓടിവാടാ, ഓടിവാ മോളെ. മക്കളെ ഓടിവാ. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്നവർ, ജീവിതം കൊടുക്കുന്നവർ ഓടിവാ. ജിജിപ്പാസ് പ്രാർത്ഥിച്ചോ. ജിജിപ്പാസ് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞു, കുഴപ്പമില്ല.
കർത്താവിന് പദ്ധതിയുള്ളവരെല്ലാം വരിക. കർത്താവിന് പദ്ധതിയുള്ളവരെല്ലാം വരിക. ഈ ഇമ്മാനുവേൽ ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പറഞ്ഞു, എനിക്ക് വന്നേ നീ ഒരു പ്രവാചകനാ. ഇത്രയും വർഷം തിരുപ്പാസ കൂടെ നിന്നിട്ട് ഇമ്മാനുവേൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതം, എവിടെ മീറ്റിങ്ങിന് ചെന്നാലും സ്നാനപ്പെടാനും കർത്താവിന് വേണ്ടി ജീവിക്കാനും എവിടുന്നേലും ഒക്കെ ആരെങ്കിലും ഒക്കെ വരും. അത് ടാൻസാനിയയിലും വരും, ആഫ്രിക്കയിലും വരും, ഏത് കുഗ്രാമം. കാരണം എന്റെ ഹൃദയം കർത്താവിന് വേണ്ടി, തന്റെ ആത്മാക്കൾക്ക് വേണ്ടി. മക്കളെ, മോനെ ഏറ്റവും വലിയ അത്ഭുതമായത് എത്ര ചെറുപ്പക്കാരാ നോക്കി. It's a great miracle. പക്ഷെ ഇന്ന് ഈ കാർഡ് എഴുതി തരുന്നവരെ ഞാൻ സ്നാനപ്പെടുത്തും. ഇതെനിക്ക് വിട്ടേക്കണം. അടുത്ത ബാപ്റ്റിസം ഈ കാർഡ് എഴുതുന്നവരെ. കാരണം ഇന്ന് ഞാൻ പ്രസംഗിച്ചതിനകത്ത് ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. ദൈവത്തിന് ഉപയോഗിക്കാൻ പദ്ധതിയുള്ള ചിലതിനെ ഇന്ന് പകൽ ദൈവം അഴിക്കും. അതായി നിൽക്കുന്നത്. I release the blessing. I release the great grace. മക്കളുമാർ എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ പറഞ്ഞേ. മകളെ വോളണ്ടിയേഴ്സ് അവരെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. മക്കളെ പ്രീതി എന്റെ കൂടെ പ്രാർത്ഥിച്ചു. കർത്താവായ യേശുവേ, എന്റെ ജീവിതം ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപത്തെ അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ. യേശുവേ, എന്റെ ജീവിതവും എന്റെ ശരീരവും എന്റെ ആത്മാവും ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. എന്നെ പൂർണ്ണമായും അങ്ങേക്കായി നൽകുന്നു. അങ്ങയുടെ വഴിയിൽ ജീവിക്കുക എന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഇത്രയും ആളുകൾ ദൈവകൽപ്പന അനുസരിക്കാൻ തീരുമാനിച്ചതിൽ സന്തോഷിക്കുന്നവരെന്ന് കൈയടിച്ച് Thank you for the healing. Thank you for the deliverance. എന്നെ അൻപോടു സേവാ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താലുള്ള പുത്രയും ഇന്ന് കടന്നു വന്ന സകല പ്രിയപ്പെട്ടോട് വചനം സംസാരിച്ച് അങ്ങനെ അഭിഷേകത്തോടും ഓൺലൈനിലൂടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളെ കണ്ടുകൊടുന്ന എല്ലാ പ്രിയപ്പെട്ടോടും കൂടെ ഇന്ന് മുതൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേ. ഇത് പകൽ ജയം തന്ന കർത്താവിന്റെ കരമേറി ശക്തിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൈവ് കട്ട് ചെയ്യരുത്. ഞാൻ ലൈവിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ചർച്ച് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടി ഡൊണേഷൻ കൊണ്ടുവന്നിട്ടുള്ള പുറകിലുള്ള കൗണ്ടറിൽ കൊടുക്കാവുന്നതാണ്. QR കോഡ് വഴി സ്കാൻ ചെയ്തും നിങ്ങൾ ഡൊണേഷനും ഓഫറിംഗ് കൊടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർക്കും നിങ്ങൾ ഓഫറിംഗ് ഡൊണേഷൻ കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ VBSന് ഒരു നേരത്തെ ആഹാരം നിങ്ങൾക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ പുറകിലുള്ള കൗണ്ടറുമായി നിങ്ങൾ ബന്ധപ്പെടുവാനും പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. എല്ലാ ചെറുപ്പക്കാരി ചർച്ചിലുള്ളവരെല്ലാം ഫ്രണ്ടിലോട്ട് വന്നേ. ദൈവത്തെ ആരാധിക്കുന്നു. Hosanna, Hosanna.
Hallelujah. Glory, glory. Amen. Thank you, Jesus. ഈ യൂട്യൂബിനകത്തൂടെ ഞങ്ങളെ കാണുന്നവർ, പ്രാർത്ഥനാ വിഷയം അറിയിക്കുന്നവർ, സുജിൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുജിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യൂട്യൂബ് ജീസസ് ഈസ് അലൈവ്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർ ഇത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ. ബെൻസൺ കെ സാമുവൽ, കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കുടുംബം കർത്താവിലേക്ക് വരാനും പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരിക്കുന്നു. സനില എന്ന് പറയുന്ന സഹോദരി കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിക്കുന്നു. അനു ചാക്കോ 2 വർഷമായി ജോലിയില്ലാതെ ഭാരപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രിയ മകൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യട്ടെ. അമൃത, ആ മകൾക്ക് ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുക്കട്ടെ. അബ്രഹാമിനും സാറയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു, എലിസബത്തിനും സക്രിയാവിനും വേണ്ടി പ്രവർത്തിച്ചത് ഒരു അത്ഭുതം ചെയ്യട്ടെ. ബിൻസി മേരിക്കായി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മേൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. സ്റ്റെനി സാബു, ആ മകളുടെ ഫ്യൂച്ചറിനായിട്ടും മാരേജിനായിട്ടും പ്രാർത്ഥിക്കുന്നു. സ്റ്റെനി സാബുവിന്റെ മാരേജിനും ജോലിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ബിബിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. രതീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിന്ദു സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. ജെസി ജെയിംസിനും പ്രാർത്ഥിക്കുന്നു. സംഗീത ആൽബർട്ടിനായി, സംഗീത ആൽബർട്ട്. ഓക്കെ, എല്ലാവരും ഈ സംഗീത ആൽബർട്ടിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അവരുടെ ഹസ്ബൻഡിന്റെ ക്യാൻസറിന്റെ റേഡിയേഷൻ തെറാപ്പി നടക്കുകയാണ്. കർത്താവ് മകനെ ഹീൽ ചെയ്യാനായി യേശുവിൻ നാമത്തിൽ ആഷൻ, റജി, സൂസൻ മോഹൻ, സുമ മോഹനൻ പ്രാർത്ഥിക്കുന്നു. ഹെമരാജ് മുംബൈ, ഹെമരാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രേഷ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. രാജി സുന്ദർരാജനെ സിമിക്കായി പ്രാർത്ഥിക്കുന്നു. ഗബ്രിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലൈവിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നു. സകലരുടെയും ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്യണം. അവരുടെ ജീവിതം ഒരു മിറക്കിളാകട്ടെ. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിയില്ലാതെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. യേശുവിൻ നാമത്തിൽ കർത്താവർക്കായി വഴികളെ തുറക്കട്ടെ. I bless them. Jesus name. Pastor, അടുത്ത